ആ വേദപുസ്തകം കരങ്ങളിലൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ആ പുസ്തകം കരങ്ങളിൽ ഉയർത്തിപ്പിടിച്ച് അതങ്ങനെ ഒന്ന് പിടിച്ചാട്ടെ. ഇതിനായി ഒരിക്കൽ കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുന്ന ഒരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വചനം വഴികാട്ടിയായി സ്വീകരിച്ചിട്ടുള്ള ഒരു ദൈവപൈതൽ ഇവിടെ ഉണ്ടെങ്കിൽ നിനക്കൊരിക്കലും വഴി തെറ്റുകയില്ല. നീ എത്തേണ്ടിടത്തെത്തുന്നത് വരെ നിന്നെ നയിക്കുന്നൊരു ദിവ്യപ്രകാശം നിൻ്റെ പാതയ്ക്ക് ദീപമായി നിരന്തരം വ്യാപരിച്ചുകൊണ്ടിരിക്കും. അന്ധകാര ശക്തികളെ ഊരിവെട്ടാൻ ദൈവം തന്നിരിക്കുന്ന പടവാളാണ് ജീവൻ്റെ വചനം. സാത്താന്യ കോട്ടകളെ തകർക്കാൻ ദൈവം തന്നിരിക്കുന്ന ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. സമാധാനമായി എങ്ങനെ ജീവിക്കാം എന്ന് മാത്രമല്ല, ധൈര്യമായി എങ്ങനെ മരണത്തെ അഭിമുഖീകരിക്കാം എന്നുകൂടെ പഠിപ്പിക്കുന്നൊരു പുസ്തകം ലോകത്തിലുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമാണ്. ആകയാൽ ഇന്ന് രാവിലെ സമയം നാം തിരുവെഴുത്തുകളിലേക്ക് ഈ പകൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടണം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. സ്തോത്രം. സൂചിക്കുഴയിൽ നൂല് കയറ്റുമ്പോൾ തയ്യൽക്കാർക്കൊരു ഏകാഗ്രതയുണ്ട്. നമുക്കറിയാം, സൂചിക്കുഴയിൽ നൂല് കയറ്റുന്നത് ഏതെങ്കിലും ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് കയറ്റിയാൽ പറ്റില്ല. അതിന് ഒരു ഏകാഗ്രതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ ഇവിടെ പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലോട്ട് കയറത്തക്ക വിധത്തിൽ തികച്ചും ഏകാഗ്രതയോടെ ഇതിനെ സമീപിക്കുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. കിണറ്റിൻകരയിൽ ഒരു കുപ്പി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഒരു തൊട്ടി വെള്ളം കോരി കുപ്പിയുടെ മുകളിലേക്ക് ഒഴിച്ചാൽ മിക്കവാറും ആ കുപ്പിക്കകത്ത് കാൽ ഭാഗം പോലും കയറിപ്പറ്റില്ല. കുപ്പിക്കകത്ത് കയറണമെങ്കിൽ സൂക്ഷ്മതയോടുകൂടെ ഒഴിക്കണം. നമുക്കറിയാം, നാട്ടിൽ ഒരേ റബ്ബർ തോട്ടത്തിൽ ഒരേ മഴ ശക്തമായി ഇടിവെട്ടി പെയ്തിറങ്ങിയാൽ എല്ലാ ചിരട്ടയ്ക്കകത്തെയും വെള്ളത്തിൻ്റെ അളവ് ഒരു നിറവായിരിക്കയില്ല. ചില ചിരട്ട കമിഴ്ന്നിരിക്കും, അതിനകത്ത് ശക്തമായി പെയ്താലും ഒരു തുള്ളി കയറില്ല. ചില ചിരട്ട ചരിഞ്ഞിരിക്കും, അതിലത്രയും കൊള്ളും. ചിലത് നെവരയിരിക്കും, അതിൽ തുളുമ്പിക്കൊള്ളും. ഇന്ന് പകൽ നിങ്ങളുടെ ശരീരം എങ്ങനെ ഇരിക്കുന്നു എന്നതല്ല വിഷയം. നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ നിവിര തുറന്നു വെച്ചാൽ നിങ്ങളോട് ഇടപെടാൻ കഴിയുന്ന ദൈവശബ്ദം ഈ പകലും ഇവിടെ മുഴങ്ങുകയാണ്. കർത്താവിൻ്റെ വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. യെശയ്യാ പ്രവചനം 58 അധ്യായം. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക്, നിങ്ങളുടെ സ്മൃതിപഥത്തിലേക്ക് വേഗം കൊണ്ടുവന്ന് എൻ്റെ വാക്കുകൾ ഉപസംഹരിപ്പാനായിട്ടാണ് കർത്താവിൽ താല്പര്യപ്പെടുന്നത്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങൾ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിനും വേണ്ടി നാം സമയം വേർതിരിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ ദിവസങ്ങളല്ല, ഇത് ശക്തമായ ആത്മീയ പോരാട്ടത്തിൻ്റെ ദിവസങ്ങളാണ്. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത, നമ്മുടെ മാംസക്കണ്ണുകൾ കളന്നു കുറിക്കാൻ കഴിയാത്ത, നമ്മുടെ ദൃശ്യദൃഷ്ടികൾക്ക് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ വാഗ്ദത്തത്തിനെതിരെ, നമ്മുടെ ശുശ്രൂഷയ്ക്കെതിരെ, നമ്മുടെ ദൈവപ്രവർത്തിക്കെതിരെ, നമ്മുടെ കുടുംബത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന സാത്താന്യ ശക്തികൾക്ക് നേരെ നടക്കുന്ന ഒരു വലിയ പോരാട്ടം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യദൃഷ്ടികൾക്ക് കാണുവാൻ കഴിയാത്ത മേഖലയിൽ ആ യുദ്ധം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രാർത്ഥന ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ഫോടകാത്മകമായ ചില ദൈവപ്രവർത്തികൾ ഇതിൻ്റെ പുറകിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നാം ആത്മാവിൽ തിരിച്ചറിയുന്നു. പ്രാർത്ഥന സാധാരണ ശക്തിയല്ല, അസാധാരണ ദൈവകൃപ നമ്മിലേക്ക് വ്യാപരിക്കുകയാണ്. ഈ പ്രാർത്ഥന ദൈവസിംഹാസനത്തിങ്കിലേക്ക് അടുത്തു ചെല്ലാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ്. ഈ പ്രാർത്ഥന പ്രപഞ്ച ശക്തികളെ വെല്ലുവിളിക്കാനുള്ള കരുത്ത് അവൻ നമ്മുടെ മേൽ പകരുകയാണ്. ഈ പ്രാർത്ഥന സാത്താന്യ ശക്തികളെ തകർക്കാനുള്ള അധികാരം നമ്മുടെ മേൽ വ്യാപരിക്കുകയാണ്. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ ദൂതന്മാരെ നമ്മുടെ ശുശ്രൂഷയ്ക്കായി അയക്കാൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം ഏറ്റുവാങ്ങുകയാണ്. ഈ പ്രാർത്ഥന പ്രകൃതി പ്രതിഭാസങ്ങളുടെ താളക്രമങ്ങളെ തകർക്കുകയാണ്.
ശക്തിയാണ്. അങ്ങനെയെങ്കിൽ ഈ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഈ യോഗം പ്രാർത്ഥിച്ച് 2 മണിക്ക് ആശീർവാദം പറയുന്നതിന് മുൻപ് നമ്മുടെ കടുങ്കെട്ട് വീണ ചില വിഷയങ്ങളെ അഴിച്ചെടുക്കാൻ കർത്താവിന് ഇന്ന് പകൽ കഴിയും എന്ന് ദൈവകൃപ പ്രാപിച്ച ദൈവമക്കൾ വിശ്വസിക്കുന്നു. അവൻ്റെ കരം തൊട്ടാൽ അഴിയാത്ത ബന്ധനങ്ങളില്ല, അവൻ്റെ കരം തൊട്ടാൽ തകരാത്ത ആധിപത്യങ്ങളില്ല. ഒരു പൈശാചിക ശക്തികൾക്കും ഒരു ക്ഷുദ്രപ്രയോഗത്തിനും ഒരു മന്ത്രവാദത്തിനും ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും ഒരു ശാപത്തിൻ്റെ കെട്ടുകൾക്കും തകർക്കാൻ കഴിയാത്ത ദൈവശക്തിയാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പുറകിൽ ബലത്തോടെ വ്യാപരിക്കുന്നത്. ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും അസാധാരണ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് 21 ദിന ഉപവാസ പ്രാർത്ഥന. 21 ദിന ഉപവാസ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല. 3 ദിവസം, 7 ദിവസം, 21 ദിവസം, 40 ദിവസം, സന്ധ്യ മുതൽ സന്ധ്യ വരെ യാമങ്ങൾ ഈ നിലയിൽ വേദപുസ്തകത്തിൽ ഉപവാസവും പ്രാർത്ഥനയും നടന്നിട്ടുണ്ട്. ഇതിൽ ആത്മലോകത്തെ നിയന്ത്രിക്കുന്ന സാത്താന്യ ശക്തികളെ വെട്ടിമാറ്റാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ പടവാളെടുപ്പിച്ച യുദ്ധം നടക്കുന്നത് ദാനിയേൽ പ്രവചനം 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്ന 21 ദിന ഉപവാസ പ്രാർത്ഥനയുടെ ദൃശ്യ കാഴ്ചയാണ്. മുഖം മിന്നൽ പ്രകാശം പോലെയും ദേഹം ഗോമേതകം പോലെയും കൈകാലുകൾ മിനുക്കിയ താമ്രത്തിൻ്റെ വർണ്ണം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും അരയിൽ ഊഭാസ്തംഗം കൊണ്ട് കച്ചകെട്ടി ഒരു പുരുഷൻ ഇറങ്ങി വരുന്ന ദർശനം ദാനിയേൽ പ്രവാചകൻ 10-ാം അധ്യായത്തിലെ 3 ആഴ്ചവട്ടത്തെ ഉപവാസത്തിന് മുൻപിൽ കണ്ടെങ്കിൽ ഈ ആൾ ആരാണ് എന്ന് വേദപുസ്തകത്തിലെ ഇതര രൂപങ്ങളോട് ഒരു താരതമ്യ വിവേചനം നടത്തിയാൽ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ തേജസ് ഉടുത്തുകൊണ്ട് വലങ്കൈയിൽ 7 നക്ഷത്രം പിടിച്ച് ഇടങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിച്ച് നിലയങ്കി ധരിച്ച് നിലവിളക്കുകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്നവൻ ആരോ അവൻ തന്നെ തൻ്റെ ജഡാവതാരത്തിൻ്റെ 6 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻപിൽ പാർസി പ്രഭുവിനെ വെട്ടിമാറ്റാൻ ഉപവസിക്കുന്ന ദൈവദാസന്റെ കൺമുൻപിൽ നദീതീരത്തേക്ക് ഇറങ്ങുന്ന ദർശനമാണെങ്കിൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഉപവാസ പ്രാർത്ഥന സാധാരണ ശക്തിയല്ല, അസാധാരണ ദൈവപ്രവർത്തികൾ വ്യാപരിക്കും. പ്രാർത്ഥിക്കുന്ന നിന്റെ വിശ്വാസ കണ്ണുകളാൽ കാണുക. ഇതിന് നടുവിൽ അവിടുത്തെ പാദപതനങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ കരം ഇതിനകത്ത് ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ വാഗ്ദത്വത്തിൻ്റെ മേൽ വലിയ ദൈവപ്രവൃത്തി വ്യാപരിക്കുന്നു. നാളെ നടത്താൻ പാതാള ശക്തികൾ ഒരുക്കി വെച്ച കണികളെ ഇന്ന് പകൽ മുറിക്കാനുള്ള അധികാരമാണ് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥനയ്ക്ക് ഉപവാസത്തിനും പുറകിൽ സ്വർഗം തുറന്നു തരുന്നത്. ആ ബോധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ ആത്മലോകം തുറക്കുന്ന കാഴ്ച കണ്ടുവേണം പ്രാർത്ഥനയിൽ ഉപവാസത്തിലും ജാഗരിക്കുവാൻ. വിശുദ്ധ വേദപുസ്തക ചരിത്രത്തിൽ ഒരു കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ രാജാക്കന്മാരുടെ നീണ്ട കാലഘട്ടത്തിൽ പ്രവചിക്കുവാനായിട്ട് ദൈവം വേർതിരിച്ച ഒരു വിശിഷ്ട അഭിഷിക്തനാണ് ദൈവത്തിൻ്റെ ദാസൻ യെശയ്യാ പ്രവാചകൻ. മനശ്ശെയുടെ ദുർഭരണത്തിനെതിരെ തൻ്റെ പ്രവചന ശബ്ദം ഉയർന്നപ്പോൾ അദ്ദേഹം വിമർശനത്തിനും എതിർപ്പുകൾക്കും പാത്രമായി. ഒടുവിൽ അദ്ദേഹത്തെ കൊല്ലുവാൻ തക്കവണ്ണം രാജഭരണത്തിൽ അന്നത്തെ കൽപ്പന ഉണ്ടായതുകൊണ്ട് രാജാവിൻ്റെ കിങ്കരന്മാർ യെശയ്യാവിനെ കൊല്ലത്തക്ക വിധം ഓടിക്കുകയാണ്. വനാന്തരത്തിലേക്ക് ഓടിക്കയറി പ്രാണരക്ഷാർത്ഥം വീണുകിടന്ന ഒരു മരത്തിൻ്റെ പിൻഭാഗത്തെ ദ്വാരത്തിലൂടെ മരണവെപ്രാളം നിമിത്തം, പ്രാണഭയം നിമിത്തം താൻ ഇഴഞ്ഞു കയറുകയും ആ ഇഴഞ്ഞു കയറിയ ആ മരക്കഷണം വണ്ടിക്കയറുകൊണ്ട് കെട്ടിക്കൊണ്ടുവന്ന് പരസ്യസ്ഥലത്തെത്തിച്ച് ഒരു കാമരത്തിൽ കയറ്റിവെച്ച്, സ്തോത്രം, അതിനെ ഈർച്ചവാള് കൊണ്ട് നെടുക മുറിച്ച് ശരീരത്തെ ഉൾപ്പെടെ മുറിച്ചു മാറ്റി അങ്ങനെ ക്രൂരവും പൈശാചികവും മനുഷ്യത്വരഹിതവുമായി കൊല്ലപ്പെട്ട ഒരു കർത്തൃദാസനാണ് യെശയ്യാ പ്രവാചകൻ എന്നാണ് യഹൂദ ചരിത്രം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 11-ാം അധ്യായം വായിച്ചു വരുമ്പോൾ ഒടുവിലായി ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് യെശയ്യാവിനെ കുറിച്ചാണ് എന്നാണ് യഹൂദ ചരിത്രം വിശദീകരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കർത്തൃദാസൻ സാധാരണക്കാരനായിരുന്നില്ല, അസാധാരണ സാമൂഹിക തിരുത്തലിൻ്റെ കൃപാവരമുള്ള ദൈവഭൃത്യനായിരുന്നു. ജനത്തിൻ്റെ പാപത്തിനെതിരെ വിരൽ ചൂണ്ടത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് തൻ്റെ ദാസനെ ഉപയോഗിക്കുകയായിരുന്നു. ഓർക്കുക, ഈ
ദൈവദാസൻ ആ കാലഘട്ടത്തിലെ ഉപവാസത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുകയാണ്. ആ ഉപവാസത്തിൻ്റെ ഏറ്റവും കപടമായ ഒരു മുഖം ആ ഉപവാസത്തിൽ ഉണ്ടായിരുന്നു. ആ ഉപവാസത്തിൽ കപട ഭക്തി ഉയർന്നു നിന്നിരുന്നു. ആത്മീയതയുടെ മുഖംമൂട് അണിഞ്ഞ കപട ഭക്തിയുടെ ഉപവാസം ആ നാട്ടിൽ കൊഴുക്കുകയും ആ സമയത്ത് തന്നെ ഈ ഉപവാസത്തിന് ദൈവം എന്തുകൊണ്ട് മറുപടി തരുന്നില്ല എന്ന ചോദ്യം ഉയരുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ ദൈവദാസൻ ദൈവം ആഗ്രഹിക്കുന്ന യഥാർത്ഥ ഉപവാസത്തിൻ്റെ മാനസിക അവസ്ഥയെ തുറന്നു കാണിക്കുന്ന പുസ്തകമാണ് യെശയ്യാ പ്രവചനം 58-ാം അധ്യായം. അത് യഥാർത്ഥ ഉപവാസത്തിൻ്റെ ഭക്തിയെ നമ്മുടെ മുൻപിൽ അനാവരണം ചെയ്യുകയാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ഉപവാസത്തിൽ ഒരു യഥാർത്ഥ ഭക്തന്റെ ഉപവാസം എങ്ങനെ ആയിരിക്കണം, യഥാർത്ഥ ഭക്തന്റെ ഉപവാസം എങ്ങനെ ആയിരിക്കരുത് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഉപവാസത്തിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന ദൈവപ്രവർത്തിയെക്കുറിച്ച് വിശദീകരിച്ചിട്ട് ആവർത്തിച്ചു പറയുന്ന ചില പ്രയോഗങ്ങളുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. 9-ാമത്തെ വാക്യം. അപ്പോൾ നീ വിളിക്കും. ശ്രദ്ധിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഉപവാസത്തിന്റെ അനുഗ്രഹങ്ങൾ? ഉപവാസം ഉറക്കച്ചടവല്ല, ഉപവാസം വിശ്രമ സ്ഥലമല്ല, ഉപവാസം സ്തോത്രം അല്പസമയം ചാരിയിരുന്ന് ഉറങ്ങിയിട്ട് പോകാനുള്ള സ്ഥലമല്ല. ഉപവാസത്തിന്റെ പുറകിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീ വിളിക്കും, ഇതാ ഞാൻ വരുന്നു എന്ന് ഞാൻ ഉത്തരം പറയും. അത് വിരൽ ചൂണ്ടുന്നതും വഷളത്വം സംസാരിക്കുന്നതും നിങ്ങൾ നിന്ന് നീക്കിക്കളഞ്ഞുകൊണ്ട് ഉപവാസത്തിൽ ഒരുക്കപ്പെട്ടാൽ ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതങ്ങളുടെ മേൽ വാഹനമേറ്റി ഓടുമാറാക്കും. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണിയും. കേടുപോക്കുന്നവനെന്നും കുടിയിരിപ്പാൻ തക്കവണ്ണം പാതകളെ നേരെയാക്കുന്നവനെന്നും നിനക്ക് പേരാകും. നീ നനവുള്ള തോട്ടം പോലെയും അത് വറ്റിപ്പോകാത്ത കിണർ പോലെയും ആകും. സ്തോത്രം. ഞാൻ നിന്നെ ദേശത്തിന്റെ ഉന്നതികളുടെ മേൽ വാഹനമേറ്റി ഓടുമാറാക്കും. യഹോവയുടെ വായല്ലോ അരുളി ചെയ്യുന്നത്. നിന്റെ അതേ മുറിവിന് വേഗത്തിൽ പൊറുതി വരും. ഓർക്കുക, നിലവിലിരിക്കുന്ന ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗബന്ധനങ്ങളെ അഴിച്ചുമാറ്റത്തക്ക വിധത്തിൽ വ്യാപരിക്കുന്ന രോഗശാന്തി മുതൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ മുറിവിന് വേഗത്തിൽ പൊറുതി വരും. നിന്റെ അന്ധകാരം മധ്യാഹ്നം പോലെ ആയിത്തീരും. ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കടുങ്കെട്ടു വീണ ഇരുട്ടിന്റെ ശക്തികളെ നിന്നിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ട് വാഗ്ദത്തത്തിന്റെ ഉദയശോഭ നിന്റെ കൺമുൻപിൽ പൊങ്ങി ഉയരത്തക്ക വിധത്തിൽ ഉപവാസം നിന്റെ ചരിത്രം മാറ്റാൻ തുടങ്ങുകയാണ്. ഉപവസിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, അസാധാരണ ദൈവപ്രവർത്തി ഇരമ്പി ഇറങ്ങുന്ന വാഗ്ദത്തങ്ങൾ ഉപവാസത്തിന്റെ പുറകിൽ സംഭവിച്ചിട്ടുണ്ട്. ഉപവസിക്കുന്ന ദൈവമക്കൾ ധന്യരാണ്. ദൈവത്തിന് സ്തോത്രം. ഉപവാസം ശക്തമാണ്. എന്നാൽ ഉപവാസത്തിന് അതിശക്തമായ ഒരു വ്യവസ്ഥയുണ്ട്. എന്താണ് ഉപവാസത്തിൻ്റെ വ്യവസ്ഥ? അതിൻ്റെ 6-7 വാക്യങ്ങൾ. അപ്പോൾ 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 എന്ന ആവർത്തിച്ച പ്രയോഗം. അപ്പോൾ നിന്റെ നീതി ഉഷസ് പോലെ പ്രകാശിക്കും. അപ്പോൾ 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 എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ എപ്പോൾ എന്ന് തിരിച്ചു ചോദിച്ചാൽ ഉപവാസത്തെ സംബന്ധിച്ച് പറയുകയാണ്, ഉപവാസത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നത് എപ്പോൾ? അതിനാണ് മറുപടി 6-7 വാക്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും കൂടെ ചേർന്ന് വായിക്കണം. എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിന്റെ അമിക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രരാക്കി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. അങ്ങനെയാണെങ്കിൽ ഉപവാസത്തിന്റെ വിജയം സ്തുതി ചെയ്യുന്നത് ഉപവാസത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ശബ്ദമുഖരിതമായ ആരാധനയിലല്ല, ഉപവാസത്തിൽ പങ്കെടുക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ തകർച്ചയുടെ നിലവിളിക്ക് മുൻപിലാണ്. ആ നിലവിളിയുടെ ആദ്യത്തെ സ്റ്റെപ്പ് അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ദൈവത്തിന് മഹത്വം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് ശബ്ദം ഉയർത്തി ഒന്ന് പറഞ്ഞാട്ടെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഒന്ന് ശബ്ദം ഉയർത്തി കരമൊന്ന്
കരങ്ങളൊന്ന് ഉയർത്തി പറഞ്ഞ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. വാ തുറന്ന് ശബ്ദമുയർത്തി അടുത്തിരിക്കുന്ന ആളിൻ്റെ കാതിലൊന്ന് മുഴങ്ങത്തക്ക വിധം നമുക്ക് പറയണം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഞാൻ ഈ പകൽ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മ നിയോഗത്തോടെ പറയട്ടെ, നമുക്കെതിരെ ആധിപത്യം പുലർത്തുന്ന സാത്താന്യ ശക്തികളുടെ ബന്ധനത്തിൻ്റെ സാധ്യതകളെ നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന അന്യായ ബന്ധനം എന്ന് പറയുന്നത് മറ്റൊരാൾ എനിക്കെതിരെ ചെയ്ത മന്ത്രപ്രയോഗത്തിൻ്റെയോ ക്ഷുദ്രപ്രയോഗത്തിൻ്റെയോ ആഭിചാരത്തിൻ്റെയോ ആവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിൻ്റെയോ ശാപത്തിൻ്റെയോ ബന്ധനങ്ങളല്ല. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അന്യായ ബന്ധനങ്ങൾ? ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മൾ വായിക്കുമ്പോൾ ബൈൻഡ് ഓഫ് വിക്കറ്റ്നസ്, ദൈവത്തിന് സ്തോത്രം, അതിൻ്റെ POC ട്രാൻസ്ലേഷനിൽ നാം കാണുന്നത് ഞാൻ അതുപോലെ വായിക്കാം. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും ചെയ്യുക. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നതിൻ്റെ അർത്ഥം? ആരാണ് എന്നിൽ വ്യാപരിക്കുന്ന ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കേണ്ടത്? കാമം, ക്രോധം, ലോഭം, മോഹം, മാദം, മാത്സര്യം, ഡംഭം, പൈശൂന്യം, എത്രയോ അധമ വികാരങ്ങൾ എന്നിലും നിങ്ങളിലും ആധിപത്യം പുലർത്തുന്നുണ്ട്. ആ ആധിപത്യം പുലർത്തുന്ന ദുഷ്ടതയുടെ കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുകയാണ്. ഇന്ന് പകൽ ഈ വചനം ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ വാഗ്ദത്തം പൂർണ്ണമാകാതിരിക്കത്തക്ക വിധം, നിന്റെ മേൽ വെളിപ്പെടേണ്ട ദൈവത്തിൻ്റെ കരം ചലിക്കാതിരിക്കത്തക്ക വിധം, പ്രാർത്ഥനയുടെ ആത്മീയതയെ കേവലം ഒരു ചടങ്ങാക്കി, ആത്മീയതയെ കേവലം കപടഭക്തിയുടെ മുഖം മൂടിയാക്കി മാറ്റാൻ സാത്താൻ്റെ സമരതന്ത്രങ്ങൾ നിനക്കെതിരെ വാദിക്കുമ്പോൾ ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുഷ്ടതയുടെ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന വിക്കറ്റ്നസിൻ്റെ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന ദുർസ്വഭാവത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളെയും പൊട്ടിച്ചെറിയത്തക്ക വിധം അനുതാപത്തിൻ്റെ കവിൾത്തടങ്ങൾ ഒന്ന് നനയുന്ന പകലായി പകൽ തീർന്നാൽ അത്ഭുതങ്ങളുടെ തുടക്കം നമ്മുടെ കൺമുൻപിൽ കാണാം. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എനിക്കിന്ന് പകൽ ജയമെടുക്കണം. എൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ ദുഷ്ടതയുടെ, ആ അവിശ്വസ്തതയുടെ, എൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത തകർന്ന മേഖലകളുടെ കെട്ടുകളെ പൊട്ടിച്ചെറിയാൻ എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചേ മതിയാകൂ. അതിന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേർ ആത്മാവിൽ പ്രാർത്ഥിക്കും? എനിക്കിന്ന് പകൽ പ്രാർത്ഥനയിൽ ആത്മാവിൽ ഒരുക്കപ്പെടുമ്പോൾ എൻ്റെ മേൽ വ്യാപരിക്കുന്ന വിക്കറ്റ്നസിൻ്റെ ആത്മാവിൻ്റെ മേൽ ജയമെടുക്കണം. ഗ്ലോറി, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നമ്മൾ ഇന്ന് പകൽ പ്രാരംഭത്തിൽ തന്നെ ഈ ദുഷ്ടതയുടെ കെട്ടുകൾ, അർത്ഥാൽ സ്തോത്രം, അന്യായ ബന്ധനങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങൾ നമ്മൾ ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ്. നിങ്ങളൊക്കെ എൻ്റെ കൂടെ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലോട്ട് ഇതൊന്ന് കയറിയാൽ ഞാൻ ധന്യനായി സ്വർഗം സന്തോഷിക്കുന്ന പകലാണ്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം, പണ്ടൊക്കെ കരപ്പൻ അനുഭവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കരപ്പൻ എന്ന് പറഞ്ഞാൽ മുട്ടിന് താഴോട്ട് സാധാരണഗതിയിൽ നിറച്ച് ചൊറി പോലെ വരുന്ന ആ കരപ്പൻ്റെ കാലഘട്ടത്തിൽ കരപ്പൻ പിടിക്കുമ്പോൾ പണ്ട് ഇത്രയും ഒന്നും ദൈവത്തിന് സ്തോത്രം ആധുനിക മെഡിസിൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പിള്ളേരെ കുളിപ്പിക്കാൻ വേണ്ടി കല്ലേലോട്ട് കയറ്റി നിർത്തി അനുഭവിച്ചിട്ടുള്ളവരിവിടെ കാണുമല്ലോ. ആ അമ്മമാർ കൊടിത്തണ്ട് പറിക്കാൻ പോകുന്നൊരു പ്രയോഗമുണ്ട്. എന്തിനാ കൊടിത്തണ്ടെന്ന് ചോദിച്ചാൽ, ഇത് പറിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ ഫ്രണ്ട് വശം ഒരു ബ്രഷ് പോലെ ഇടിച്ചൊന്ന് ചതച്ച് റെഡിയാക്കിയിട്ട് ആ ചൂടുവെള്ളം കൂട്ടി ഒരു പിടുത്തമുണ്ട്. ആ പിടുത്ത സമയത്ത് സ്വർഗം കാണും എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ്. സ്തോത്രം, എന്തോ നിലവിളിയായിരിക്കും എന്നറിയാമോ? ഇത് കഴിഞ്ഞേച്ച് സ്തോത്രം ഇതിനെ ആ കൊച്ചിനെ അടുക്കലോട്ടൊന്ന് വിളിച്ചു നിർത്തി നിലവിളിച്ച് കൂവി നെഞ്ചത്തടിച്ച് ബഹളം വെച്ച് പ്രാഗി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വായിലോട്ട് കടുങ്കാപ്പിയുടെ കളറുള്ള കട്ടിക്കഷായം അങ്ങോട്ട് ഒഴിച്ചു തരും. എന്നാ കയ്പാണെന്നറിയാമോ? എല്ലുവരെ കഴിക്കും. സ്തോത്രം. അത് കഴിഞ്ഞ് വല്ല തേനോ ചക്കരയോ വായിലോട്ടൊന്ന് തൊട്ട് തന്ന് ആശ്വസിപ്പിക്കുമ്പോൾ എന്തിനാണ് ഈ മാതാപിതാക്കൾ ഈ ഭഗീരഥ പ്രയത്നമൊക്കെ ചെയ്യുന്നതെന്നറിയാമോ? ഇതേ 2 തുടം അകത്ത് കയറിയാൽ ഇവൻ്റെ കരപ്പൻ മാറുമെന്ന് ഉറപ്പാ. ഞാനിന്ന് പകൽ പറയട്ടെ,
പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മോട് പറയുന്നു, നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയതയ്ക്കകത്ത് ആഴമായ പരിവർത്തനം നടക്കത്തക്ക വിധം പരിശുദ്ധാത്മാവ് നമ്മെ പണിയാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ പണിയണേ കർത്താവേ എന്ന് കൊതിക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി ആ വലതുകരം ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനത്തിൻ്റെ ശക്തികളെ ഇന്ന് പകൽ ആത്മാവിൽ തുടച്ചു നീക്കത്തക്ക വിധം ഒരാഴമായ കഴുകലിൻ്റെ പകലായി പകൽ ദൈവാത്മാവ് എനിക്ക് മാറ്റണം. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചാട്ടെ. നാം ഇരിക്കുന്നത് എവിടെയാണെന്നുള്ള ബോധ്യം ഇന്ന് പകൽ നമ്മെ ഭരിക്കണം. പരിശുദ്ധാത്മ നിയോഗത്തോടുകൂടെ ഞാൻ ഈ പുൾപിറ്റിൽ നിന്ന് വിളിച്ചു പറയുന്നു, നാം ഇരിക്കുന്നത് കൈകൊട്ടി കളിക്കുന്ന സ്ഥലത്തല്ല, ഇത് മഹാദൈവത്തിൻ്റെ സന്നിധിയാണ്. അവിടുത്തെ തേജസ്സിൻ്റെ മേഘം ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മീതെ നിഴൽ വിരിച്ചു നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഷെക്കൈന മഹത്വം ഈ പ്രാർത്ഥനയ്ക്കകത്ത് വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾക്ക് കാണത്തക്ക വിധത്തിൽ ഇറങ്ങി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ രാപ്പകൽ ഭേദമന്യ ദൈവത്തെ ആരാധിച്ച ദൂതഗണങ്ങൾ പാപം ചെയ്തപ്പോൾ കരുണ കൂടാതെ വെട്ടിയെറിഞ്ഞ് ഇരുട്ടിൻ്റെ ദൂതന്മാരായി വലിച്ചെറിഞ്ഞ ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, ആദം ഹൗവമാർ പാപം ചെയ്തപ്പോൾ കരുണയില്ലാതെ അവരെ കവാടം അടച്ച് പുറത്താക്കിക്കൊണ്ട് തിരിയുന്ന വാളിൻ്റെ ജ്വാലയുമായി കെരൂബുകളെ കാവൽ നിർത്തിയ ദൈവത്തെയാണ് ഇന്ന് പകൽ നാം ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നതെങ്കിൽ, ഒരു ജനത പാപം ചെയ്തപ്പോൾ 8 പേരെ പെട്ടകത്തിൽ കയറ്റി ബാക്കി മുച്ചൂടും മുടിച്ചുകൊണ്ട് ഒരു തലമുറയെ തുടച്ചു മാറ്റാൻ മടിക്കാഞ്ഞ ദൈവമാണ് നാം ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഓർക്കുക, സൊദോം ഗൊമോറ നിവാസികൾ പാപം ചെയ്തപ്പോൾ അഗ്നിഗന്ധകങ്ങളെ വർഷിച്ചിറക്കി അവിടെ തീക്കടലാക്കി മാറ്റിക്കൊണ്ട് കണക്ക് തീർത്ത ദൈവമാണ് നാം ഇന്ന് പകൽ സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവമെങ്കിൽ, ഹൃദയപ്രകാരമുള്ള ദാവീദ് തെറ്റിപ്പോയപ്പോൾ അവൻ്റെ മേലും അവൻ്റെ കുടുംബത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ വിധി കൈപ്പോടെ കരയത്തക്ക കറുത്ത ദിനങ്ങൾ നൽകിക്കൊണ്ട് സമ്മാനിച്ച ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെങ്കിൽ, അനന്യ സഫീറമാർ പാപം ചെയ്തപ്പോൾ ബാല്യക്കാരെ കൊണ്ട് ശവക്കുഴി വെട്ടിച്ച ദൈവത്തെയാണ് ഇന്ന് പകൽ നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്നതെങ്കിൽ, അവൻ മരിച്ചിട്ടില്ല, അവൻ അവധി എടുത്തിട്ടില്ല, അവൻ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുകയല്ല, അവൻ മൗനവ്രതത്തിലല്ല, ഇന്ന് പകൽ അവൻ പടികടന്ന് പോയിട്ടില്ല. അവൻ്റെ ജ്വലിക്കുന്ന ദൃഷ്ടികൾ നമ്മെ ചുറ്റിത്തിരിയുന്നു. നമുക്കറിയാവുന്നതിനേക്കാൾ നമ്മെ അറിയാവുന്ന യേശു ഇന്ന് പകൽ എത്തിയിട്ടുണ്ട്. ഇന്ന് പകൽ ഇരിക്കുന്ന ഇരിപ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം, എൻ്റെ ദൈവമേ, എൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളുടെ മേൽ ജയമെടുക്കാൻ ഒരു പ്രത്യേക കൃപ ഈ പകൽ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദമുയരട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏതൊക്കെ മേഖലകളിലാണ് ഈ അന്യായ ബന്ധനങ്ങളുടെ ആധിപത്യങ്ങൾ ഉള്ളത്? അതിൽ ഒന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളെ ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഒരു വിശുദ്ധൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതിന് തടസ്സമായി നമ്മിൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളുടെ മേൽ നമുക്ക് ജയമെടുക്കണം. ആഗ്രഹിക്കുന്ന ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നിഷ്കളങ്കതയോടെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുവേ എന്നൊന്ന് നിലവിളിച്ച് കരഞ്ഞാൽ നിന്റെ വിഷയത്തിന് വേണ്ടി മനുഷ്യന്റെ കൈ തൊടാതെ ഇടപെടാൻ കഴിവുള്ള ദൈവത്തിന്റെ കരം ഇന്ന് പകലുമുണ്ട് എന്ന് ദൈവമക്കൾ ഉറപ്പായി വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അഗസ്റ്റിൻ എന്നൊരു ദൈവഭൃത്യൻ്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യയുടെ കുഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നൊരു സുവിശേഷകനാണ്. അന്ന് ട്രെയിൻ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ മാത്രമേ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അതുമായിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്തു. നേരെ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് നേരെ ട്രെയിനിൽ വന്ന് കയറി. പക്ഷേ പകലൊന്നും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. ഭയങ്കര വിശപ്പാണ്. ഈ സമയത്ത് തൻ്റെ മനസ്സ് വല്ലാതെ തകർന്നു. എന്നിട്ട് ആ ഇരിക്കുന്ന ഇരിപ്പിൽ ആ ട്രെയിനിൻ്റെ സീറ്റയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, ഡാഡി, മോന് വിശക്കുന്നു. ആ പ്രയോഗം ഒരു വലിയ ബന്ധത്തിൻ്റെ പ്രയോഗമായിരുന്നു. ഡാഡി, മോന് വിശക്കുന്നു. ആ സീറ്റിലിരുന്ന് കരയാൻ തുടങ്ങി. തന്നോടുകൂടെ പഠിച്ച ചെറുപ്പക്കാരൊക്കെ ജോലി ചെയ്യുകയും പണം സ്വരൂപിക്കുകയും ചെയ്യുമ്പോൾ താൻ ത്യാഗപൂർവ്വം കർത്താവിൻ്റെ വേല ചെയ്തിറുമ്പോൾ ഈ വിശപ്പ് കല്ല് ചെന്ന് ദഹിക്കുന്ന പ്രായത്തിലെ വിശപ്പ് സഹിക്കാൻ വയ്യാതെ പറഞ്ഞു, ഡാഡി, മോന് വിശക്കുന്നു. ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ട്രെയിൻ മുൻപോട്ട് നീങ്ങി.
വേണ്ട 1 മണിക്കൂർ ട്രെയിൻ ഓടിക്കഴിഞ്ഞപ്പോൾ ഒരു ഭാഗത്ത് നിർത്തി, ട്രെയിൻ ഒരു സ്റ്റേഷനിൽ നിർത്തി. ആ ജനലിൻ്റെ പുറത്ത് ഒരാൾ വന്നു നിന്നിട്ട് അഗസ്റ്റിനുണ്ടോ, അഗസ്റ്റിൻ 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 എന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ജനലിൻ്റെ കമ്പിക്കടയിൽ കൂടെ കൈയിട്ടിട്ട് പറഞ്ഞു, ഞാനാണ് അഗസ്റ്റിൻ. വാതുക്കലോട്ട് വരാൻ ക്ഷണിച്ചു. വാതുക്കലോട്ട് വന്നപ്പോൾ വലിയ ബായി കൈമാറിയിട്ട് പറഞ്ഞു, കഴിഞ്ഞ 30 മിനിറ്റുകൾക്ക് മുൻപ് ഒരാൾ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ കമ്പാർട്ട്മെന്റിൽ വന്ന് അഗസ്റ്റിന് കൊടുക്കണം എന്ന് പറഞ്ഞു തന്ന പാക്കറ്റാണ്. ഞാൻ പറയട്ടെ, 30 മിനിറ്റിന് മുമ്പ് പ്രവർത്തിച്ച ദൈവത്തിൻ്റെ കരം 1 മണിക്കൂറിന് മുമ്പുള്ള നിലവിളി ഓർത്തതാണെങ്കിൽ ഇന്ന് പകൽ 2 മണിക്ക് മീറ്റിംഗ് അവസാനിപ്പിച്ച് എൻ്റെ കൂടപ്പിറപ്പെ നീ വീട്ടിലെത്തുന്നതിന് മുൻപ് നിന്റെ നിലവിളിക്ക് മുൻപിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ള ദൈവമാണ് നാം സേവിക്കുന്ന ദൈവമെന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ വിളിച്ചു പറയണം. ഞാൻ ആരാധിക്കുന്ന കർത്താവ് സാധാരണക്കാരനല്ല. വേണ്ടി വന്നാൽ പ്രപഞ്ച ശക്തികളെ വെല്ലുവിളിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിൻ്റെ കരത്തിൻ്റെ പുറകിൽ ശക്തി വ്യാപരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? പ്രപഞ്ച ശക്തികളെ വെല്ലുവിളിക്കാനുള്ള ശക്തി ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പുറകിൽ ഇന്ന് പകൽ ബലത്തോടെ വ്യാപരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഓർക്കുക, അത്ര ഭയങ്കരമായ ദൈവത്തിൻ്റെ പ്രവൃത്തി വ്യാപരിക്കും. എന്തുകൊണ്ടാണ് വെള്ളം താഴേക്കൊഴുകുന്നത്? വെള്ളം മുകളിലോട്ട് ഒഴുകാതെ വെള്ളം താഴേക്കൊഴുകുന്നത് എന്തുകൊണ്ടാണ്? ഗുരുത്വാകർഷണ ശക്തി കൊണ്ടാണ്. ഗുരുത്വാകർഷണ ശക്തിയിലാണ് വെള്ളം താഴേക്കൊഴുകുന്നതെങ്കിൽ പെട്ടകം വഹിച്ച പുരോഹിതന്മാരുടെ പാദം തൊട്ടപ്പോൾ യോർദാൻ 2ആയി മുറിഞ്ഞതിൻ്റെ കാരണം ഗുരുത്വാകർഷണ ശക്തിയെ ബന്ധിക്കുന്ന ദൈവശക്തിയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന്റെ പുറകിൽ വ്യാപരിക്കുന്നതെങ്കിൽ ദൈവജനം തിരിച്ചറിയണം, അസാധാരണ ദൈവപ്രവൃത്തി പ്രാർത്ഥനയ്ക്ക് ചെയ്യാൻ കഴിയും. അനുഭവിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ഞാൻ സേവിക്കുന്ന ദൈവം സാധാരണക്കാരനല്ല. പ്രകൃതി പ്രതിഭാസങ്ങളെ ബന്ധിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി അവന്റെ മഹത്വം വെളിപ്പെടുത്താൻ അവിടുത്തേക്ക് കഴിയും. പക്ഷേ ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഇതിൽ ഒന്നാമത് പ്രാർത്ഥന എന്ന സബ്ജക്റ്റ് തന്നെ നമുക്ക് എടുക്കാം. എന്താണ് പ്രാർത്ഥന? നിങ്ങളിവിടെ ഉണ്ടല്ലോ, നമ്മൾ തുടക്കത്തിൽ പാടിയ പാട്ട് പ്രാർത്ഥനയാൽ എപ്പോഴും ഞാൻ. എന്താണ് പ്രാർത്ഥന? ഈ മലയാള ഭാഷാ പ്രയോഗത്തിനകത്ത് പദങ്ങളുടെ വിഭജനത്തിനകത്ത് ഒത്തിരി അർത്ഥമുണ്ട്. മലയാളം തന്നെ വിഭജനാർത്ഥമുള്ള പ്രയോഗമാണ്. മലൈ അധികം ആഴം സമം മലയാളം എന്ന് പറഞ്ഞാൽ സഹ്യപർവ്വത സാനുക്കൾ കടന്നെത്തിയ ആളുകൾ, തമിഴ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മലയ്ക്ക് ശേഷം കണ്ട ആഴമായ പ്രതലത്തെ വിളിച്ച പേരാണ് മലയാളം എന്നാണ് പറയുക. മലൈ അധികം കര സമം മലങ്കര. മലയ്ക്ക് ശേഷം കണ്ട കര, അതാണ് മലങ്കര. സ്തോത്രം. കേര അധികം അളം സമം കേരളം. എന്താ? കേരവൃക്ഷങ്ങൾ കൂട്ടമായി വളരുന്ന തടം, അളം, അതാണ് കേരളം. അപ്പൊ ഈ പദവിഭജനങ്ങൾക്കകത്ത് അസാധാരണ അർത്ഥമുണ്ട്. മരണം, മാ അധികം രണം സമം മരണം. മാ സംസ്കൃതത്തിൽ തീരുക, രണം സംസ്കൃതത്തിൽ യുദ്ധം, മരണം യുദ്ധം തീരുക. കണ്ടോ, നീണ്ട് നിവർന്ന് കിടക്കുന്ന കിടപ്പ് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും ആളിന്റെ യുദ്ധം തീർന്ന് കിടക്കുകയാണ്. ഇതുപോലെ ഓരോന്നിനും എന്തിന്? വേദന. നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും ഒരു ദിവസം എത്ര വട്ടം പറയും വേദന? വേദന. വേദ അധികം ന സമം വേദന. വേദ എന്ന് പറഞ്ഞാൽ സംസ്കൃത പ്രയോഗമാണ്. വിത്ത് എന്ന ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. വിത്ത് എന്ന ധാതുവിൽ നിന്ന് വേദ എന്ന വാക്ക് നേരിട്ടെടുത്താൽ അറിവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, ബൈബിളിന്റെ പുറത്തുമുണ്ട് വേദ പുസ്തകം എന്ന് പറഞ്ഞാൽ അറിവിന്റെ പുസ്തകം. അറിവ്, വേദ, അറിവ്. ന എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇല്ല എന്നാണ്. വേദന എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നാണ്. മനസ്സിലായോ? എന്താ വേദന? ആ വിഷയത്തെക്കുറിച്ച് അറിവില്ലാത്തതാണ് വേദന. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, പ്രാർത്ഥന എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പറയാം. പ്രഹഷേണ അധികം അർത്ഥന സമം പ്രാർത്ഥന. മനസ്സിലായോ? എന്താ പ്രഹഷേണ? പ്രത്യേകതയുള്ള അർത്ഥന, അപേക്ഷ. പ്രത്യേകതയുള്ള അപേക്ഷയാണ് പ്രാർത്ഥന. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ സാധാരണ നിലയിൽ വന്നിരിക്കുകയല്ല, നിങ്ങൾ പ്രഹഷേണ അർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. പ്രത്യേകതയുള്ള അപേക്ഷ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്ന പ്രാർത്ഥനയാകണം. ഈ വിശുദ്ധ വേദപുസ്തകം പഠിച്ചാൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ഇതിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥന യേശു ക്രിസ്തു പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയാണ്.
അതിന് തുല്യമായൊരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ എങ്ങുമില്ല. 31,173 വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് ഏറ്റവും ഗൗരവമേറിയ പ്രാർത്ഥന, ഞാൻ ചോദിക്കട്ടെ, വിശുദ്ധ ബൈബിളിനെ ലോകത്തിന് അക്രൈസ്തവ സമൂഹത്തിന് മധ്യത്തിൽ ഉയർത്തി കാണിക്കാൻ മുഖാന്തരമായി തീർന്നിരിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? യെശയ്യാ, യിരെമ്യാ, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശയ്യ മുതലായ പ്രവാചകന്മാരുടെ പ്രവചന പുസ്തകങ്ങളല്ല. പുതിയ നിയമത്തിലെ ലേഖനങ്ങളിലെ കടുകട്ടിയായ ആശയങ്ങളുമല്ല. യേശു ക്രിസ്തുവിൻ്റെ തിരുവായിൽ നിന്ന് ഉതിർന്നു വീണ ആ മനോഹര വാക്കുകളാണ് അനേകരെ ബൈബിളിനെ മാറോട് അടുക്കി പിടിക്കാൻ പ്രേരിപ്പിച്ചത്. തൻ്റെ ആശ്രമത്തിലിരിക്കുന്ന സമയത്ത് മഹാത്മജിയുടെ അടുക്കൽ പത്രപ്രവർത്തകർ ചെന്ന് ചോദിച്ചു, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണം കയ്യിൽ കിട്ടിയാൽ അങ്ങ് നടപ്പിൽ വരുത്താൻ നിയമസംഹിത എഴുതിയുണ്ടാക്കാൻ അങ്ങയ്ക്കൊരവസരം കിട്ടിയാൽ ആദ്യമായി അങ്ങ് നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുന്ന നിയമസംഹിതയുടെ മൂലരൂപം എവിടുന്ന് കണ്ടെത്തും? ഉടനെ താൻ തൻ്റെ ആശ്രമത്തിനെ മുറിക്കകത്ത് നിന്ന് ബൈബിളിൻ്റെ പ്രതി എടുത്തുകൊണ്ട് വന്നിട്ട് മത്തായി സുവിശേഷം 5, 6, 7 അധ്യായം തുറന്നു പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ നിയമസംഹിത എഴുതിയുണ്ടാക്കാൻ അവസരം കിട്ടിയാൽ യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം നടപ്പിൽ വരുത്താൻ ഞാൻ ശ്രമിക്കും. ഞാൻ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഇതിനകത്ത് ഒരു ശ്രദ്ധേയമായ ഭാഗമുണ്ട്. പഴയ നിയമത്തിലെ ഒരു മലയിൽ മഹാദൈവം തീജ്വാലയിൽ ഇറങ്ങി വന്ന് നൽകിയതാണ് 10 കൽപ്പനകൾ. അങ്ങനെയാണെങ്കിൽ ആ 10 കൽപ്പനകൾ 1.5 സഹസ്രാബ്ദങ്ങൾ കൊണ്ട് വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനിച്ച് അടിത്തറ തെറ്റിച്ച ഒരു തലമുറയ്ക്ക് നടുവിൽ അത് നൽകിയവൻ ആരോ അവൻ തന്നെ ഒരു സ്ത്രീയുടെ ഉദരത്തിലൂടെ ഉരുത്തിരിഞ്ഞ് ഈ ഭൂമിയിൽ മറിയയിലൂടെ ജന്മം കൊണ്ട് ഒരു മലയുടെ മുകളിൽ കയറിയിരുന്ന് ജീവന്റെ വചനം പങ്കുവയ്ക്കുന്നതാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ ഗിരിപ്രഭാഷണം. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഗിരിപ്രഭാഷണത്തിനകത്ത് യേശു ക്രിസ്തു ഒരു മാതൃകാ പ്രാർത്ഥന നൽകിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ വേഗം വരണം. നമ്മൾ ഇവിടെ അന്യായ ബന്ധനങ്ങളുടെ മേൽ ജയമെടുക്കുകയാണ്. നമുക്ക് ഒരുമിച്ചൊന്ന് തുറക്കാം. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 5 മുതൽ വായിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരുക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. വായിച്ചാട്ടെ. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. വായിച്ചാട്ടെ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. വായിച്ചാട്ടെ. രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. വായിച്ചാട്ടെ. പ്രാർത്ഥിക്കയിൽ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. വായിച്ചു. അതിഭാഷണത്താൽ ഉത്തരം കിട്ടും എന്നല്ലോ അവർക്ക് തോന്നുന്നു. അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നു. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്. എല്ലാവരും കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് പകൽ ഇരിക്കുന്നത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്താണെങ്കിലും നമ്മളൊന്ന് പണിയപ്പെടാൻ പോകുകയാണ്. അതിന് കൊതിയുള്ള ദൈവമക്കൾ കരങ്ങളൊന്ന് ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇരിക്കുന്ന യോഗത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആഴത്തിൽ തൊടുന്ന പകലായിരിക്കട്ടെ. പ്രാർത്ഥനയ്ക്കകത്ത് ആദ്യം എങ്ങനെ പ്രാർത്ഥിക്കരുത് എന്ന് പഠിപ്പിച്ചിട്ടാണ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് പഠിപ്പിച്ചത്. എങ്ങനെ പ്രാർത്ഥിക്കരുത്? നിങ്ങൾ കപടഭക്തിക്കാരനെ പോലെ പ്രാർത്ഥിക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥന ഹിപ്പോക്രാറ്റിനെ പോലെ, അഭിനേതാവിനെ പോലെ ആകരുത്. നിങ്ങളുടെ പ്രാർത്ഥന ആത്മാർത്ഥതയിൽ നിന്ന് ആകണം. ആത്മാർത്ഥതയില്ലാത്ത അധര ചർവണം. ഇരിക്കുന്ന ഇരിപ്പിൽ കൂരയുടെ മുകളിലോട്ട് പ്രാർത്ഥന ഉയരാൻ അനുവദിക്കാതിരിക്കുമ്പോൾ മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് മുൻപിൽ എൻ്റെ ദൈവം സ്വർഗം ചായ്ച്ചിറങ്ങി വരും. ആ ബോധ്യമുള്ള ദൈവമക്കൾ വേണം ആത്മാവിൽ പ്രാർത്ഥിക്കുവാൻ. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കപടഭക്തിക്കാരെ പോലെ ആകരുത്. കർത്താവെ, ഹിപ്പോക്രാറ്റിൻ്റെ അഭിനേതാവിൻ്റെ ഉപവാസവും പ്രാർത്ഥനയും എന്നിൽ നിന്ന് മാറ്റിയിട്ട് ഒരു വിശുദ്ധന്റെ പ്രാർത്ഥനയും ഉപവാസവും എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാനുള്ള കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. എനിക്കൊരു വിശുദ്ധന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്താണ് കപടഭക്തി? മൂലഭാഷയിൽ അഭിനേതാവ്. യേശു ക്രിസ്തുവിൻ്റെ
ഗിരിപ്രഭാഷണത്തിലെ ഈ ഭാഗം നമ്മൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അതിൽ നിന്ന് ചിത്രീകരണമായിട്ട് എടുത്താൽ യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം നിങ്ങളിവിടെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. യേശു ക്രിസ്തുവിൻ്റെ ജീവിത ചരിത്രം ഞാൻ ഒരു ഫിലിമാക്കാൻ അങ്ങ് തീരുമാനിച്ചെന്നിരിക്കട്ടെ. അപ്പോൾ അതിൽ ഓരോരോ അഭിനേതാക്കളെ വേണം എന്ന് പറഞ്ഞാൽ യൂദായെ വേണം, യോഹന്നാൻ സ്നാപകനെ വേണം, സാക്ഷാൽ യേശു ക്രിസ്തുവിനെ വേണം, ഓരോരുത്തരെ അഭിനേതാക്കളെ വേണം. ഓരോരുത്തരുമായിട്ട് ഉദ്ദേശിച്ച് കോൾ ഷീറ്റ് വെച്ചു. അവസാനം ദൈവത്തിന് സ്തോത്രം, യോഹന്നാൻ സ്നാപകൻ്റെ റോൾ അഭിനയിക്കാൻ മാത്രം ആരെയും കൈ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യോഹന്നാൻ സ്നാപകൻ്റെ റോൾ അഭിനയിക്കാൻ ഒരു ഹോളിവുഡ് നടനുമായി ഞാൻ കോൾ ഷീറ്റ് ഒപ്പുവെച്ചു എന്നിരിക്കട്ടെ. അദ്ദേഹവുമായിട്ട് ഒപ്പുവെച്ചു, തുക കൊടുക്കാമെന്ന് പറഞ്ഞ് പുള്ളി വന്നു, അഭിനയം അങ്ങോട്ട് തുടങ്ങി. യഥാർത്ഥത്തിൽ അതാണ് അഭിനയം. പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിപൊളി അഭിനയം. സർപ്പസന്തതികളെ എന്നൊക്കെ വിളിച്ചുകൂവുന്ന ശബ്ദം, തലമുടിയുടെ അറ്റത്ത് കിടന്ന് മുറിച്ച ജഡം ആ കഴുത്ത് പിടയ്ക്കുന്ന രംഗം ഒക്കെ ഹൃദയവർജകമായി അവതരിപ്പിച്ചു. ഇദ്ദേഹം ഈ ഭയങ്കര അഭിനയം കഴിഞ്ഞ് പോകാൻ തയ്യാറായി കഴിഞ്ഞ് കാശൊക്കെ കൊടുത്തു വിട്ടെങ്കിലും അദ്ദേഹത്തെ ഒന്ന് വ്യക്തിപരമായി പരിചയപ്പെടണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്നറിയാമോ, അത്ര ഭയങ്കര അഭിനയമായിരുന്നു. കണ്ടു നിൽക്കുന്നവരൊക്കെ കരളലിഞ്ഞ് കരഞ്ഞു പോകും, അത്ര ഭയങ്കര അഭിനയമായിരുന്നു. ഞാൻ ചില ദിവസങ്ങൾ കഴിഞ്ഞ് ഈ യോഹന്നാൻ സ്നാപകന്റെ റോൾ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ ഏറ്റവും വിശുദ്ധന്റെ റോൾ അഭിനയിച്ച അഭിനേതാവിനെ, ആ ഹോളിവുഡ് നടനെ വീട്ടിൽ പോയി ഒന്ന് കണ്ട് അല്പ മിനിറ്റുകൾ സംസാരിച്ചു എന്നിരിക്കട്ടെ. ഓർക്കണേ, ഇയാൾ ഹോളിവുഡ് നടനാണെങ്കിൽ മിക്കവാറും ഇയാളുടെ ജീവിതം വല്ലാത്ത തകർച്ചയിലായിരിക്കും. നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയുക, പുറത്തെ അഭിനയമല്ല ഒരു വിശുദ്ധന്റെ പ്രാർത്ഥന, അകത്തെ വിശുദ്ധിയാണ്. നാട്ടുകാരാര് നിന്നെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതിനേക്കാൾ, പരസ്യ ജീവിതത്തിൻ്റെ മാന്യതയേക്കാൾ രഹസ്യ ജീവിതത്തിൻ്റെ വിശുദ്ധി സൂക്ഷിക്കുന്ന ഒരു ദൈവപൈതൽ ഇവിടെയുണ്ടെങ്കിൽ നിന്നെ മാനിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ കരം ചരിത്രത്തിൽ ചലിക്കുന്നുണ്ട്. അത് ബോധ്യമുള്ള ദൈവമക്കൾ അന്യായ ബന്ധനങ്ങളെ അഴിച്ചു പ്രാർത്ഥിക്കത്തക്ക വിധത്തിൽ പ്രാർത്ഥന സജ്ജമാകണം. അതിന് അടിസ്ഥാനപരമായി വേണ്ട വ്യവസ്ഥ എന്താണ്? എങ്ങനെ പ്രാർത്ഥിക്കണം? ആരോട് പ്രാർത്ഥിക്കണം? എങ്ങനെ സംബോധന ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കണം? ആ പ്രാർത്ഥനയ്ക്കകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ. യേശു ക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ അവിടുന്ന് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയുടെ മാറ്ററിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, നിങ്ങളെ കൊള്ളാം, നിങ്ങളെ ഈ കർത്തൃപ്രാർത്ഥന പ്രാർത്ഥിക്കാത്തത്. തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച, തത്തമേ പൂച്ച പൂച്ച എന്ന് പറയാത്തത് എന്താണ് എന്ന് പറഞ്ഞാൽ തെറ്റി. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത് ആവർത്തിച്ച് ചൊല്ലാനുള്ളതായിരുന്നെങ്കിൽ AD 95 വരെ എഴുതിയ പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ എവിടെയെങ്കിലും അതിനൊരു പരാമർശനം ഉണ്ടാകുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെയും ഇടയ്ക്ക് നിർത്താതെ നേരിട്ട് അപ്പച്ച എന്ന് വിളിച്ച് നിനക്ക് കാര്യം പറയാനുള്ള ബന്ധമാണ് ഇതിലൂടെ ലഭിച്ചിരിക്കുന്നതെങ്കിൽ തിരിച്ചറിയണം, ഈ പ്രാർത്ഥന സാധാരണ പ്രാർത്ഥനയല്ല. ഒരു അന്തിമോസിനെയും ഒരു ദീമോസിനെയും ഈ ഒരു ഇസ്കരിയോത്തോസിനെയും ഒരു യൂലിയോസിനെയും ഒരു കൂറിലോസിനെയും ഇടയ്ക്ക് നിർത്താതെ തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ ധൈര്യത്തോടെ അടുത്ത് ചെല്ലുന്ന ദൈവമക്കൾക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഏറ്റവും മാതൃകാപരമായ പ്രാർത്ഥനയുടെ മോഡൽ എൻ്റെ കർത്താവ് പഠിപ്പിച്ച മാതൃകാ പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവോട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രയോഗം കണ്ടോ? ഒരൗപചാരികതയുമില്ല, അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത് വരികയാണ്. ഈ ദൂത് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിമാനത്തിന്റെ മുഖം മൂടി മാറ്റിവെച്ചിട്ട് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് അടുത്ത് ചെല്ലുന്ന നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എൻ്റെ ദൈവത്തിൻ്റെ കരം ഇറങ്ങിത്തൊടും എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ, ഈ വചനത്തിൻ്റെ വ്യവസ്ഥയിൽ നിൽക്കാനുള്ള സ്വാതന്ത്ര്യം ഈ കൂട്ടായ്മയിൽ ദൈവം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയണം. ദൈവം നമുക്ക് നൽകിയ പ്രകാശനം ഓർത്താൽ, വചനത്തിൻ്റെ വെളിപ്പാട് ഓർത്താൽ സൂചി വിഴുങ്ങിയതുപോലെ ഇരിക്കാൻ നമുക്ക് തോന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്ന ഇരിപ്പിൽ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നടത്തിയല്ലോ എന്നോർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നിരിക്കുകയല്ലേ. ഞങ്ങൾ അമ്മ വഴി യാക്കോബായ ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു. പ്രാർത്ഥനയുടെ പ്രധാന ഭാഗത്ത് വരുമ്പോൾ അന്ന്
വിശുദ്ധന്മാരുടെ പേരെല്ലാം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഭാഗമുണ്ട്. അന്തിമോസ്, ഇവാനിയോസ്, കൂറിലോസ്, ദീമോസ്, ഇസ്കരിയോത്തോസ്, യൂലിയോസ്, ഇവരുടെ എല്ലാം പേര് പറഞ്ഞിട്ടൊരു പ്രയോഗമുണ്ട്. ഇവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയും കാവലുമായിരിക്കാൻ കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അന്തിമോസിനെയും ഇവാനിയോസിനെയും ഗൂറിലോസിനെയും ദീമോസിനെയും യൂലിയോസിനെയും ഇസ്കരിയോത്തോസിനെയും ഒക്കെ ഓരോ കേസുകെട്ടുമായിട്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. കർത്താവേ, അവരുടെ റെക്കമെൻഡേഷൻ സ്വീകരിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണമേ എന്ന്. അവരുടെ റെക്കമെൻഡേഷൻ അവിടെ ചെന്നെങ്കിലേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടത്തുള്ളെങ്കിൽ അവരെ മൊത്തം മാറ്റി നിർത്തിയിട്ട് നേരിട്ട് അപ്പച്ച എന്ന് വിളിച്ചങ്ങ് പ്രാർത്ഥിക്കാൻ എനിക്കറിയില്ലേ എന്ന് ദൈവാത്മാവ് കണ്ണ് തുറക്കുന്ന പ്രാർത്ഥനയാ കർത്താവിൻ്റെ മാതൃകാ പ്രാർത്ഥന. ഞങ്ങളുടെ നാട്ടിൽ ഒരു മനുഷ്യൻ ഈ ചക്ക ഇടാൻ, അറിയാമല്ലോ, ചക്ക ഇടാൻ പ്ലാവിൻ്റെ ചോട്ടിൽ വന്നു. നീളമുള്ളൊരു തോട്ടിലറ്റത്തൊരു അരിവാള് വെച്ച് കെട്ടിയിട്ട് ചക്കയുടെ ഞെടുപ്പേലോട്ട് കയറ്റിയിട്ട് പുള്ളി താഴോട്ട് പിടിച്ചപ്പോൾ ഈ തോട്ടിയറ്റത്തെ കെട്ട് ശരിക്ക് മുറുകാഞ്ഞത് കൊണ്ട് തോട്ടി ഊരിഞ്ഞു പോന്നു. അരിവാൾ അവിടെ കുത്തിയിരുന്നു. സ്തോത്രം. ഇദ്ദേഹത്തിന് വലിയ മനപ്രയാസമായി. പുള്ളി നേരെ തോട്ടി താഴെയിട്ടിട്ട് നേരെ പ്ലാവേ കയറിയിട്ട് അരിവാള് ഞെടുപ്പേന്ന് എടുത്തതിന് ശേഷം ഇറങ്ങി വന്ന് അടുത്ത മാടക്കടയിൽ പോയി 50 രൂപയുടെ മുടിക്കയർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ശരിക്ക് കെട്ടിയിട്ട് ചക്കയിട്ട് തിന്നു. എടാ മണ്ടനെ, വെട്ടിയിടാൻ കൈ കിട്ടിയപ്പം വെട്ടിയിട്ടേച്ച് പോരണ്ടേ? വെട്ടിയിടാൻ കൈ കിട്ടിയാലും ഈ തോട്ടി കൂടെ പറിക്കുമെന്ന് നിനക്കല്ല ഇത്ര നിർബന്ധം? നേരിട്ട് അപ്പച്ച എന്ന് വിളിക്കാൻ കൈ കിട്ടിയാലും അന്തിമോസ്, ഈവാനിയോസ്, കൂറിലോസും ഒക്കെ ഇടയ്ക്ക് നിർത്തി പ്രാർത്ഥിക്കുന്നവരുടെ നടുവിൽ ആത്മനിയോഗം പ്രാപിച്ച ദൈവമക്കൾ ധൈര്യത്തോടെ പറയുന്നു, പൗലോസോ തിമത്തിയോസോ തീത്തോസോ ലൂക്കോസോ ആരും ഈ ഇടയ്ക്ക് ഒരു വിശുദ്ധനെയും നിർത്തിയില്ലെങ്കിൽ നേരിട്ട് അപ്പ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പദവി നേടിയ ദൈവമക്കളാണ് ഇന്ന് പകൽ ഇവിടുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾ. പ്രാർത്ഥനയുടെ ദർശനം പ്രാപിച്ച ദൈവമക്കൾ പരിസരം മറന്ന് അപ്പ എന്ന് വിളിച്ച് അടുത്തിയെന്ന് പ്രാർത്ഥനയിൽ വിഷയം ദൈവസന്നിധിയിൽ വെച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ നീ സേവിക്കുന്ന ദൈവത്തിന് കഴിയും. എന്നാൽ ശ്രദ്ധിക്കണേ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് എന്താണ് അന്യായ ബന്ധനവുമായിട്ടുള്ള ബന്ധം? ഈ പ്രാർത്ഥന പാപത്തിന്മേൽ ജയമെടുക്കുന്ന പ്രാർത്ഥനയാണ്. കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. തികച്ചും ഏകാഗ്രത ശ്രദ്ധിക്കുക. ഈ പ്രാർത്ഥനയ്ക്ക് ഏതാണ്ട് 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. 1, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് സംബോധനാവാചകം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളത് തന്നെ, ആമേൻ എന്ന് ഉപസംഹാര പ്രയോഗം. ഇതിൽ 7 പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. 1, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. അപ്പോൾ എത്ര പ്രാർത്ഥനാ വിഷയമുണ്ട്? 7 പ്രാർത്ഥനാ വിഷയമുണ്ട്. നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണം. 7 പ്രാർത്ഥനാ വിഷയങ്ങളെ അടുക്കി വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആദ്യത്തെ പ്രാർത്ഥന നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം, 3 ഒടുവിലത്തെ പ്രാർത്ഥന ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളെ പരീക്ഷയിൽ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ ദുഷ്ടങ്ങളിൽ നിന്ന് രക്ഷിക്കണം. ഒടുവിലത്തെ 3 ഭാഗം. ഈ ആദ്യത്തെ 3ൻ്റെയും ഒടുവിലത്തെ 3ൻ്റെയും കൃത്യം നടുക്ക് ചേർത്തിരിക്കുന്ന എന്ത് വിഷയമാണെന്നറിയാമോ? ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണം. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയ്ക്കകത്ത ഭൗതിക വിഷയത്തിൻ്റെ സ്ഥാനം എവിടെയായിരിക്കണം? ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കണേ, ശരീരത്തിൽ വയർ എവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു അതുപോലെ വേണം പ്രാർത്ഥനയ്ക്കകത്ത് ആ ഭൗതിക ആവശ്യത്തിൻ്റെ സ്ഥാനം. ദൈവത്തിന് സ്തോത്രം. ശരീരത്തിൽ വയറെന്നാ തലേ വെക്കാഞ്ഞ്? സൃഷ്ടി വൈഭവത്തിൽ സർവശക്തൻ ഒരുപടി മണ്ണെടുത്ത് തൻ്റെ കരുത്തുറ്റ കരങ്കുലികകളിൽ കരുതിക്കൂട്ടി കളിമണ്ണിൽ കൈക്രിയ നടത്തിക്കൊണ്ട് നമ്മുടെ ശരീരം മെനഞ്ഞപ്പോൾ വയറെന്നാ തലേ വെക്കാഞ്ഞ്? തലേ വെച്ചാൽ മുൻഗണന വരും. വയറെന്നാ കാലേ വെച്ചാതെ വെക്കാഞ്ഞ്?
കാലേ വെച്ചാൽ അവഗണന വരും. തലേ വെച്ച് മുൻഗണനയും വേണ്ട, കാലേ വെച്ച് അവഗണനയും വേണ്ട, നടുക്ക് വെച്ച് പരിഗണന മതി. അതിനായി വയറ് കൊണ്ട് സെന്ററിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും ദൈവ ഇഷ്ടത്തിനും മുൻതൂക്കം കൊടുത്താൽ നിന്റെ ഭൗതിക ആവശ്യങ്ങളെ നിറവേറ്റാൻ അവിടുത്തെ ഭണ്ഡാരത്തിന് ശക്തിയുണ്ട് എന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പറയണം, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിനാണ്, എൻ്റെ ദൈവത്തിൻ്റെ രാജ്യത്തിനാണ്, എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനാണ്. ഇനിയുമാണ് ഇതിനകത്തെ പ്രധാന ഭാഗം. ഒന്നാമത്തെ ഭാഗം നിന്റെ നാമം, നിന്റെ രാജ്യം, നിന്റെ ഇഷ്ടം. രണ്ടാമത്തെ ഭാഗം ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളെ പരീക്ഷയിൽ. ഇനി ചുരുക്കി അങ്ങ് പറയാം. ഒന്ന് നിന്റെ നിന്റെ നിന്റെ, രണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. ശ്രദ്ധിച്ചേ, ഒന്ന് നിന്റെ നിന്റെ നിന്റെ, രണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളുടെ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ പ്രാർത്ഥന രണ്ടായി തിരിക്കാം. ഒന്ന് നീയും ഞാനും, രണ്ട് ഞങ്ങളും ഞങ്ങളും. സ്തോത്രം. ഒന്ന് കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഇപ്പോ മനസ്സിലാക്കേണ്ടത്, പാപം ഇതെവിടെയാണ് തുടങ്ങിയത്? സിൻ അതെവിടെയാണ് തുടങ്ങിയത്? എവിടാ പാപം തുടങ്ങിയത്? മനസ്സിലായില്ലേ? ഏദൻ പൂങ്കാവനത്തിലാണ്. സകല പാപങ്ങൾക്കും ഒരു മൂലപാപമുണ്ട് മനുഷ്യകുലത്തിൽ. സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുണ്ട്, സപ്തരാഗം. സരിഗമ പതനി. അതിൽ നിന്നാണ് രാഗങ്ങൾ മുഴുവൻ പൊട്ടിമുളയ്ക്കുന്നത്, ആയിരക്കണക്കിന് രാഗങ്ങൾ. ഇതുപോലെ സകല രാഗങ്ങൾക്കും ഒരു മൂലരാഗമുള്ളതുപോലെ സകല പാപങ്ങൾക്കും ഒരു മൂലപാപമുണ്ട്. ആ മൂലപാപം ദൂതനിൽ തുടങ്ങിയ പാപമല്ല, മനുഷ്യകുലത്തിൽ അത് ഏദനിൽ തുടങ്ങിയ പാപമാണ്. നിങ്ങൾ അറിയണം, ഏദനിലെ പാപം എത്ര ബന്ധങ്ങൾ തകർത്തു. സ്തോത്രം. ദൈവം ആദമിനോട് പാപക്കനി പിടിച്ച് കടിച്ച് പാളിച്ച പറ്റിക്കഴിഞ്ഞപ്പോൾ ചോദിക്കുന്നു, ആദമേ നീ എവിടെ? അടിച്ചാച്ചോട്ടം കളിക്കാൻ പിള്ളേര് പോയി എവിടെയെങ്കിലും പാത്തിരിക്കുമ്പോൾ ഉച്ചഭക്ഷണത്തിൻ്റെ സമയമായിട്ടും കാണാഞ്ഞത് കൊണ്ട് അമ്മ പുറകെ ചെന്ന്, മോളെ മോനെ എവിടാടാ പറയടാ എന്ന് പറഞ്ഞ് തപ്പി നടന്ന് ചോദിച്ചതല്ല. നിന്നെ ഞാൻ ആക്കിയ സ്ഥാനത്ത് നിന്ന് നീ എവിടെ മറഞ്ഞിരിക്കുന്നു എന്നാണ് എൻ്റെ ദൈവം ആദമിനോട് ചോദിക്കുന്നത്. ആക്കി വെച്ച സ്ഥാനത്ത് നീ എവിടെ? ദൈവത്തിന് സ്തോത്രം. ഉടനെ ആദം പറഞ്ഞ മറുപടി കേൾക്കണോ? എന്നോട് കൂടെ ഇരിപ്പാൻ നീ തന്ന ഈ സ്ത്രീ വൃക്ഷഫലം തന്നു, ഞാൻ തിന്നു. ആരംഭത്തിനു മുമ്പേ അവസാനം കണ്ട നിത്യജ്ഞാനിയായ മഹാദൈവമേ, ഈ പെമ്പറന്നോരത്തിയെ ഉണ്ടാക്കി എൻ്റെ കൂടെ തന്നപ്പോൾ നിനക്കറിയത്തില്ലായിരുന്നോ ഇവളെന്നെ ഈ പഴം തീറ്റിച്ച് കുഴപ്പത്തിൽ ചാടിക്കുമെന്ന്? ഇവളെന്നെ ഈ പഴം തീറ്റിച്ച് കുഴപ്പത്തിൽ ചാടിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് ഈ സാധനത്തെ ഉണ്ടാക്കി എൻ്റെ കയ്യിൽ തന്ന നീയാണ് ഞാൻ ഈ വീഴാനുള്ളതിൻ്റെ ഒന്നാമത്തെ കാരണം എന്നാണ് നമ്മുടെ വലിയ പൂപ്പൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കാണ് അബദ്ധം പറ്റിയത്? ഏദനിൽ ആദം ആദ്യം വിരൽ ചൂണ്ടിയത് ആർക്ക് നേരെയാണ്? നീ തന്ന ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ സകല ഏടാകൂടത്തിൻ്റെയും ഏക കാരണം നീയാണ് എന്നാണ് പറഞ്ഞത്. സൃഷ്ടിതാവായ ദൈവത്തെ കുറ്റം പറഞ്ഞ് ആദ്യം ആദം ദൈവത്തിൽ നിന്നകന്നു. ഒന്നാമത്തെ ബന്ധം തകർന്നു. ഈ സ്ത്രീ രണ്ടാമത്തെ ബന്ധം, രക്തബന്ധം തകർന്നു. മനുഷ്യകുലത്തിൽ പാപം തുടങ്ങി. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പാപപരിഹാരത്തിനാണ് 10 കൽപ്പന. ഈ 10 കൽപ്പന എത്ര കൽപ്പലകകളിലാണ് എഴുതി കൊടുത്തത്? ഹലോ, എത്ര കൽപ്പലകകളിലാണ് 10 കൽപ്പന എഴുതി കൊടുത്തത്? 3 കൽപ്പലകയിൽ എന്നാ എഴുതി കൊടുക്കാഞ്ഞേ? ഒരു കൽപ്പലകയുടെ 2 വശത്തും എന്താ എഴുതി കൊടുക്കാഞ്ഞേ? എന്തിനാ ഒരു കൽപ്പന തന്നെ, കൽപ്പനയുടെ സമഗ്ര ഭാവം 2 കൽപ്പലകകളിലാക്കി കൊടുത്തത്? ഒന്നാമത്തെ കൽപ്പലക എടുക്ക്, ഏദനിലെ ഒന്നാമത്തെ തകർച്ചയുടെ പരിഹാരം കാണാം. രണ്ടാമത്തെ കൽപ്പലക എടുക്ക്, ഏദനിലെ രണ്ടാമത്തെ തകർച്ചയുടെ പരിഹാരം കാണാം. എന്താ ഒന്നാമത്തെ കൽപ്പലകയിലെ വിഷയം? നീ വസിക്കുന്ന ഭൂമിയിലെന്നല്ല തുടങ്ങുന്നത്. ഞാനല്ലാതെ അന്യദൈവം നിങ്ങൾക്കുണ്ടാകരുത്, യാതൊരു വിഗ്രഹത്തെയും ഉണ്ടാക്കരുത്, ശാബത്ത് ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക, എൻ്റെ നാമം വൃഥാ എടുക്കരുത്. ഇത് തമ്മിൽ പാലിക്കേണ്ടതല്ല, ദൈവത്തോട് പാലിക്കേണ്ടതാണ്.
ആണെങ്കിൽ ഈ കൽപ്പലകകളിലൂടെ നീ അടുക്കേണ്ടത് ദൈവത്തോടാണ്. ആദ്യത്തെ കൽപ്പലകയ്ക്കകത്ത് നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധവും, രണ്ടാമത്തെ കൽപ്പലകയ്ക്കകത്ത് നീ വസിക്കുന്ന ഭൂമിയിൽ നിനക്ക് ദീർഘായുസ് ഉണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസത്യം പറയരുത്, മോഹിക്കരുത്. ഇത് ദൈവത്തോട് പാലിക്കേണ്ടതല്ല, നിന്റെ രക്തത്തോട് പാലിക്കേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊരിൽ തകർന്ന ബന്ധം 10 കൽപ്പനകളിൽ പരിഹരിക്കുമ്പോൾ കൽപ്പന 2ആയി കൊടുത്തതിന്റെ കാരണം എറിഞ്ഞ് കോപം കൊണ്ട് ഉടച്ചതിന് ശേഷം മടങ്ങിച്ചെല്ലുമ്പോഴും ദൈവം ആവശ്യപ്പെടുന്നത് മുൻപിലെത്തേതുപോലെ 2 കൽപ്പലക. 1, നീ ദൈവത്തോട് അടുക്കണം. 2, നീ രക്തത്തോട് അടുക്കണം. പരിഹാരത്തിന്റെ വഴി പരഞ്ഞുവിടുന്നത് 2 ബന്ധങ്ങളുടെ മേലുള്ള ദൈവപ്രവൃത്തിയാണ്. നിങ്ങൾക്കറിയാമോ, ക്രൂശിൽ എത്ര തടിക്കഷണങ്ങളാണ് യോജിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? എത്ര തടിക്കഷണങ്ങളാ? 2 തടിക്കഷണങ്ങൾ. ഒരു തടിക്കഷണം മുകളിലേക്ക് നിൽക്കുന്ന തിരച്ചീന തടിക്കഷണം, മറ്റേ തടിക്കഷണം അത് ഒന്ന് ലംബരൂപത്തിലിരിക്കുന്ന തടിക്കഷണം, മറ്റൊന്ന് തിരച്ചീനമായിരിക്കുന്ന തടിക്കഷണം. ലംബത്തിൽ മുകളിലേക്ക് നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിന്നെ ദൈവത്തോട് അടുപ്പിക്കും. വശത്തേക്ക് നിൽക്കുന്ന തടിക്കഷണം പറയുന്നു, മനുഷ്യ, ഈ ക്രൂശ് നിങ്ങളെ തമ്മിൽ അടുപ്പിക്കും. ഞാൻ ഇന്ന് പകൽ പറയാം, ഈ 2 ബന്ധങ്ങളെയും ക്രമീകരിക്കുന്ന ഏക വഴി കാൽവറി മാത്രമാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ദൈവമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി നമ്മുടെ നാഥൻ ഗോൽഗോഥയിലേക്ക് സമീപിക്കുകയാണ്. യുഗങ്ങൾക്ക് മുൻപേ പ്ലാൻ ചെയ്യപ്പെട്ടതും നിത്യത തയ്യാറാക്കിയതുമായ കാര്യപരിപാടി നിവർത്തിക്കാൻ എൻ്റെ നാഥൻ ഗോൽഗോഥയിൽ, കാൽവറിയിൽ, ക്രാനിയോനിൽ എത്തിച്ചേരുന്നു. ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസ കിറുകിറ പറയുന്ന, അടിയേറ്റ് തകർന്ന പുറം മരത്തോട് ഉരയത്തക്ക വിധം നമ്മുടെ നാഥൻ മരവുമായി വീണും എഴുന്നേറ്റ് നീങ്ങുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനാവാചകമുണ്ട്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായിക്ക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. നിങ്ങൾ ഓർക്കണം, ഗോൽഗോഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മലർത്തിയിട്ട ക്രൂശിലേക്ക് എൻ്റെ നാഥനെ വലിച്ചിട്ടതിന് ശേഷം ഷൂസിട്ട കാലുകൾ കൊണ്ട് ആ കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് സന്ധിബന്ധങ്ങളെ ഭേദിച്ച് ആണി അടിച്ചിറക്കുന്ന സമയത്ത് അവിടുത്തെ വാ തുറന്ന് പ്രാർത്ഥിച്ചത് ഇത് മാത്രമാണ്. ഏദനിൽ മനുഷ്യൻ ദൈവത്തോട് തെറ്റി, നീ ദൈവത്തോടടുക്കണം. കാൽവറിയിൽ ആ ക്രൂശൊന്ന് ഉയർത്തുന്ന രംഗം നിങ്ങളൊന്ന് ഭാവനെ കണ്ടേ. ഒരു കയറിൻ്റെ സഹായത്തോടെ ആ ക്രൂശ് വലിച്ചുയർത്തി ഒരു പാറയിടുക്കിലേക്ക് ഇടിച്ചിരുത്തുമ്പോ ഞാൻ വെള്ളം പോലെ തൂവിപ്പോകുന്നു. എൻ്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്ക് എണ്ണാം എന്ന പ്രവാചക വാക്ക് നിവർത്തിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ അവൻ പിടയുന്ന സമയം തൊട്ടടുത്ത് നിൽക്കുന്ന പെറ്റമ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാനോട് പറഞ്ഞു, യോഹന്നാനേ, ഇതാ നിന്റെ അമ്മ, സ്ത്രീയേ, ഇതാ നിന്റെ മകൻ. എന്നാ കാര്യം? മലർന്നു കിടന്നുകൊണ്ട് മനുഷ്യവർഗത്തെ കർത്താവിനോട്, ദൈവത്തോട് നിരപ്പിച്ച ക്രൂശ് തൂങ്ങിക്കിടന്നുകൊണ്ട് തമ്മിൽ നിരപ്പിക്കുകയാണ്. ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക എന്ന് പറഞ്ഞാൽ നീയും നിന്റെ ദൈവവും തമ്മിലുള്ള ബന്ധവും, നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധവും എവിടൊക്കെ തകർന്നിട്ടുണ്ടോ അതിനെ ക്രമീകരിക്കത്തക്ക വിധം ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി നമുക്ക് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇടം വലം നോക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങാം. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാം. മറ്റാരും ഇത് ശ്രദ്ധിക്കുന്നില്ലെങ്കിലും എൻ്റെ ഉപവാസ പ്രാർത്ഥന നീളുന്നതിന് മധ്യത്തിൽ എൻ്റെ കുടുംബത്തിന് ആധിപത്യം പുലർത്തുന്ന ചില അന്യായ ബന്ധനങ്ങൾ, എൻ്റെ വ്യക്തി ജീവിതത്തിന് ആധിപത്യം പുലർത്തുന്ന ചില അന്യായ ബന്ധനങ്ങൾ, അതിൻ്റെ വേരോടെ പറിച്ചു മാറ്റത്തക്ക വിധം എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ആത്മാവിൽ ആരാധിക്കുന്ന സകല ദൈവമക്കളും പ്രാർത്ഥനയിൽ പോരാടി തുടങ്ങിക്കാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ഹോളിൻ്റെ മുൻപിൽ, ഈ ആരാധനാലയത്തിൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ മുതൽ ഏറ്റവും പുറകിലിരിക്കുന്ന പ്രിയപ്പെട്ടവർ വരെ ശക്തമായി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം എവിടെയാണ് തകർന്നിട്ടുള്ളത്? ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം എവിടെയാണ് തകർന്നിട്ടുള്ളത്? അത് മുഴുവൻ
ജീവൻ ഇന്ന് പകൽ ക്രമീകരിക്കത്തക്ക വിധം ഞാൻ ക്രൂശിന്റെ ചുവട്ടിൽ കവിണ് വീഴുന്ന പകലാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. ക്ഷമ ചോദിക്കേണ്ട ഇടത്ത് ക്ഷമ ചോദിക്കാൻ, നിരപ്പാകേണ്ട ഇടത്ത് നിരപ്പാകാൻ, മാതാപിതാക്കളുടെ കണ്ണുനീരിന് മുഖാന്തരമായി മാറിയിട്ടുള്ള വിഷയങ്ങൾ ദൈവസന്നിധിയിൽ ചെന്ന് നിരപ്പ് പ്രാപിക്കുക മാത്രമല്ല, അവരുടെ കണ്ണുനീരൊപ്പത്തക്ക പ്രതിഷ്ഠയിലേക്ക് വരാൻ എൻ്റെ ഹൃദയത്തെ ദൈവാത്മാവിൽ ഒരുക്കത്തക്ക വിധം ഈ പകൽ വചനത്തിൻ്റെ വ്യാപാര ശക്തി ആത്മമണ്ഡലത്തിൽ പ്രവഹിക്കട്ടെ. ചില പ്രിയപ്പെട്ടവരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അന്യായ ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ അഴിച്ചു മാറ്റേണ്ടതിന് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഓരോ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയിൽ പോരാടണം. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കാതെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ ആരാധനയ്ക്കകത്ത് സ്വർഗം തുറന്നു നിൽക്കുകയാണ്. ഈ ആരാധനയ്ക്കകത്ത് ദൈവ തേജസ്സിൻ്റെ മേഘം നമ്മുടെ തലയ്ക്ക് മീതെ നിഴൽ വിരിച്ച് നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവ് ചില പ്രിയപ്പെട്ടവരെ ആത്മാവിൽ തൊടുന്ന പകലാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലാവരും ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കണം. ജ്വലിക്കുന്ന കണ്ണുകൾ, യേശുവിൻ്റെ കണ്ണുകൾ ഇവിടെ ചുറ്റിത്തിരിയുന്നുണ്ട്. നിനക്കറിയാവുന്നതിനേക്കാൾ നിന്നെ അറിയാവുന്ന യേശു ഇതിനകത്ത് എത്തിയിട്ടുണ്ട്. ആ രണ്ട് കരങ്ങൾ കർത്താവിങ്കിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞാനും അങ്ങയും പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം എവിടെയെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ അതിന്ന് പകലെന്നെ കാണിച്ചു തരണമേ. എൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പകലായി പകൽ മാറട്ടെ. ഞാൻ ആത്മകണ്ണുകൾ ഉയർത്തി കാണുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ ചിറകടിച്ചുകൊണ്ട് ഈ ആലയത്തിൻ്റെ ആരാധനയിൽ വെളിപ്പെട്ടിട്ടുണ്ട്. കൊടിലിൽ കനൽക്കട്ട എടുത്തുകൊണ്ട് യെശയ്യാവിൻ്റെ അധരത്തെ തൊട്ടതുപോലെ ചില നാവുകളെ വിശുദ്ധീകരിക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി ഇടപെടുകയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ നാവിൽ നിന്ന് പറഞ്ഞു പോയിട്ടുള്ള ശാപവാക്കുകൾ നിന്റെ കുടുംബത്തിന് ബന്ധനമായി മാറത്തക്ക വിധം, മറ്റുള്ളവരുടെ കരച്ചിലിന് കാരണമാകത്തക്ക വിധം നിന്റെ മേൽ ആധിപത്യം പുലർത്തിയിട്ടുള്ള അന്യായ ബന്ധനം യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ കുഞ്ഞാർജ രക്തത്തിൻ്റെ ശക്തിയാൽ ആത്മമണ്ഡലത്തിന് അഴിയുന്ന പകലാകട്ടെ. ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങണം. അസാധാരണമായ ഒരു ദൈവപ്രവർത്തിക്കായി നിങ്ങൾ നിങ്ങളെ തന്നെ ഒരുക്കുന്നെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കണം. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം തകർന്ന മേഖല. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്കണേ. ജീവിതത്തിൽ അനുതപിച്ചേറ്റു പറയാത്ത വിശുദ്ധന്മാരുടെ പാപങ്ങൾ ഞാൻ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. അനുതപിച്ചേറ്റു പറയാത്ത വിശുദ്ധന്മാരുടെ പാപങ്ങൾ ദൈവം ഒരു പക്ഷേ ക്ഷമിക്കുമെങ്കിലും തങ്ങളുടെ ജഡത്തിൽ മരണത്തിന് മുൻപ് അനുഭവിച്ചു തീർക്കാൻ ചില ശിക്ഷയുടെ വടികൾ ദൈവം അറിഞ്ഞുകൊണ്ട് അനുവദിക്കും. അനുഭവിക്കുന്ന ചില പ്രത്യേക പ്രതിസന്ധികളെ ആത്മമണ്ഡലത്തിൽ വിലയിരുത്തണം. കർത്താവേ, നീ എന്നെ കൈപ്പോടെ കരയാൻ അനുവദിച്ചതിൻ്റെ പുറകിൽ എന്തോ കാരണം മറിഞ്ഞു കിടപ്പുണ്ട്. അതെൻ്റെ കണ്ണുകൾക്ക് കാട്ടിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിന്മേൽ ജയമെടുത്താൽ അതൊരു വലിയ വിടുതലായിരിക്കുമെന്ന് മാത്രമല്ല, ചില നുകക്കഴികൾ തകരുന്ന പകലായി പകൽ ദൈവാത്മാവ് മാറ്റും. ഒരിക്കൽ ഒരു ദമ്പതി, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിൻ്റെ ഏക പൈതൽ ബാങ്കിൽ ജോലി ചെയ്യുകയാണ്. ഭാര്യയും ഭർത്താവും ജോലി കഴിഞ്ഞ് വന്ന് കുഞ്ഞുമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നിന്ന് ഈ കുഞ്ഞ് സ്ലിപ്പ് ചെയ്ത് താഴേക്ക് വീണ് ഈ കുഞ്ഞിൻ്റെ നെറ്റി നിലത്തടിച്ച് തൽക്ഷണം മരിച്ചു. ആ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് ശവസംസ്കാരവും കഴിഞ്ഞ് ആ പ്രിയപ്പെട്ടവൻ ആകെ തകർന്നുപോയി. ഭക്തരായൊരു കുടുംബമാണ്, തകർന്നുപോയി. വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. സെമിട്രിയിൽ നിന്നും ആദ്യമായി വന്ന വണ്ടിയിൽ നമ്മുടെ ഒരു സ്നേഹിതനുമായി ഒരുമിച്ച് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് വന്ന് കയറിയിട്ട് വീട്ടിലേക്ക് കയറുന്ന സമയം തൻ്റെ ബെഡ്റൂം തുറന്ന് ബെഡ്റൂമിനകത്തോട്ട് കയറിയിട്ട് തിരിച്ച് ബെഡ്റൂമിൻ്റെ ഡോർ അതിഭയങ്കരമായ പാരുഷ്യത്തോടെ കോപത്തോടെ തിരിച്ച് വലിച്ചടച്ചു. ഈ സമയം അലറിക്കൊണ്ട് ദൈവത്തോട് പരിഭവം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ സ്നേഹിതൻ കേട്ടു. ദൈവമേ, നീ എത്ര ക്രൂരനാണ്, ക്രൂരൻ!
എൻ്റെ ഏക തലമുറയെ നീ എന്നിൽ നിന്ന് വെട്ടിമാറ്റിയില്ലേ. രണ്ടാമതൊരു കുഞ്ഞൂടെ ജന്മം കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നീ അത് ചെയ്തില്ലേ. നീ എത്ര ക്രൂരനാണ് ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കട്ടിൽ കിടക്കാതെ നിലത്തേക്ക് കവിണ് വീണ് ആ കാർപ്പറ്റിൽ കിടന്ന ആ മനുഷ്യൻ ഉറങ്ങി. കാരണം 1.5-2 മണിക്കൂർ പുറത്തിരുന്ന സ്നേഹിതൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഇദ്ദേഹം അകത്തു നിന്ന് ഇറങ്ങി വരുന്ന സമയം കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഇറങ്ങി വന്ന് ഈ സ്നേഹിതനോട് പറഞ്ഞു, യേശു എന്നോട് സംസാരിച്ചു. അപ്പോൾ ഇദ്ദേഹം കേൾക്കാൻ തയ്യാറായപ്പോൾ പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ്. ഉപവാസ പ്രാർത്ഥനകൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മൾ ശുദ്ധീകരണം പ്രാപിക്കേണ്ട മേഖലയിൽ ശുദ്ധീകരണം പ്രാപിക്കാതിരുന്നാൽ കൈപ്പോടെ കരയുന്ന ചില കറുത്ത ദിവസങ്ങൾ നമുക്ക് നൽകിയിട്ട് ശുദ്ധീകരണത്തിന് അവസരം സൃഷ്ടിക്കാനിടയാകാതിരിക്കത്തക്ക വിധം ഈ ഉപവാസ പ്രാർത്ഥന അന്യായ ബന്ധനങ്ങൾ അഴിഞ്ഞുമാറുന്ന പകലായി പകൽ തീരണം. അദ്ദേഹം പറഞ്ഞു, എൻ്റെ 12ാമത്തെ വയസ്സ് മുതൽ ഒരു TV സ്ക്രീനിൽ എന്നതുപോലെ കർത്താവ് എന്നെ കാണിച്ചു തന്നു. അന്ന് എൻ്റെ വീട്ടിൽ നടന്നൊരു കുടുംബ പ്രാർത്ഥനയിൽ എൻ്റെ ആയുസ് ഒരു മിഷനറിയാകാൻ ഞാൻ സമർപ്പിക്കുന്ന രംഗം യേശു എന്നെ കാണിച്ചു തന്നു. അതിനുശേഷം യേശു എന്നോട് പറഞ്ഞു, മോനെ, നിന്റെ 16ാമത്തെ വയസ്സ്, നിന്നെ ഞാൻ അതിനായി ക്ഷണിച്ചപ്പോൾ നീ എൻ്റെ കൈ തട്ടി മാറ്റി. 20ാമത്തെ വയസ്സ്, നീ ഒരു കാട്ടുകുതിരയെ പോലെ എൻ്റെ ഹിതത്തിന് വിപരീതമായി പായാൻ തുടങ്ങിയപ്പോൾ ഞാൻ നിന്നെ പല അഭിഷിക്തന്മാരിലൂടെയും അവിടോട്ട് വിളിച്ചപ്പോൾ നീ അതൊക്കെ വേണ്ട എന്ന് വെച്ചു. 21ാമത്തെ വയസ്സ്, നീ ഒരു പ്രേമബന്ധത്തിൽ ഏർപ്പെട്ടു. അത് ബാങ്കിൽ ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയുമായിട്ടായിരുന്നു. 24ാമത്തെ വയസ്സ്, പ്രതിസന്ധികൾക്ക് നടുവിൽ ഞാൻ നിന്നെ വീണ്ടും വിളിച്ചു. നിനക്ക് പ്രാർത്ഥിക്കാൻ നേരമില്ലായിരുന്നു. ആ യാത്രയിൽ നിനക്ക് ലഭിച്ച ഏക തലമുറ നിന്റെ പ്രതീക്ഷയുടെയും സന്തോഷത്തിൻ്റെയും കേന്ദ്രമായിരുന്നു. എന്നാൽ 12ാമത്തെ വയസ്സിൽ നീ എടുത്ത പ്രതിഷ്ഠയിൽ ഞാൻ നിൽക്കുമ്പോൾ അതിലേക്ക് നിന്നെ മടക്കി വരുത്താൻ നിന്റെ ഏറ്റവും വിലയേറിയതിനെ ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. കർത്താവേ, ഞാനും അങ്ങയും തമ്മിൽ എടുത്ത ഉടമ്പടികൾ തകർത്തിട്ട് ഈ ബന്ധനം എൻ്റെ മേൽ മുറുകാതിരിക്കത്തക്ക വിധം എൻ്റെ മേൽ കൃപ പകരണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ വലതുകരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ശബ്ദം ഉയർത്തി ആത്മാവിൽ നിന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ അന്യഭാഷ പറയുന്നതിനേക്കാൾ അനുതാപത്തിൻ്റെ നിലവിളി ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. എവിടെയൊക്കെയാണ് നിന്റെ പ്രതിഷ്ഠകൾ തകർന്നിട്ടുള്ളതെന്ന് സർവശക്തൻ്റെ ജ്വലിക്കുന്ന കണ്ണുകൾ നിന്നിലേക്ക് ചുറ്റിത്തിരിഞ്ഞടുത്തു വരികയാണ്. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ചില കെട്ടുകൾ ഇതിനകത്ത് അഴിയട്ടെ, ചില ബന്ധനങ്ങൾ ഇതിനകത്ത് അഴിയട്ടെ, ചില ആധിപത്യങ്ങൾ ഇതിനകത്ത് അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ജയം. ഞാൻ ആരാധിക്കുന്ന ദൈവമക്കൾ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ ആത്മീയ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുള്ള മേഖലകളെ ദൈവാത്മാവ് നിങ്ങളോട് തുറന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഭാവിയെ നിയന്ത്രിക്കുന്ന ഒരു ചുക്കാൻ നൽകിയിട്ടുണ്ട്. ആ ചുക്കാൻ നിങ്ങളുടെ വായിലെ നാവാണ്. നിങ്ങൾ ഒരു നിമിഷം ഒന്ന് കണ്ണു തുറക്കണേ. ഒരു ദിവസം ദൈവത്തിന് സ്തോത്രം 24 മണിക്കൂർ ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവം നമുക്കുണ്ട്. അതെന്നറിയാമോ? 24 മണിക്കൂറും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു അവയവം നമ്മുടെ കയ്യ്. ദൈവത്തിന് സ്തോത്രം. പ്രവർത്തിപ്പിക്കുന്നത് രാത്രി ഉറങ്ങുമ്പം പ്രവർത്തിക്കുന്നില്ല. പക്ഷേ അമ്മയുടെ മുലപ്പാല് കുടിക്കാൻ തുടങ്ങുന്ന പ്രാരംഭ സെക്കൻഡുകളിൽ പിസ്റ്റൺ പോലെ അകത്തോട്ട് വലിച്ചുകൊണ്ടിരുന്ന ഒരു ഉപകരണമുണ്ട്. ഏതെന്നറിയാമോ? നാക്ക. രാത്രിയിൽ ഗാഠനിദ്രയുടെ സമയത്ത് സ്വപ്നം കണ്ട് വായിൽ സലൈവ നിറയുമ്പോൾ അത് ശ്വാസകോശത്തിൽ പോകാതെ അന്നനാളത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാധനമുണ്ട്. അത് നാക്ക. ഈ നാക്ക് സാധാരണ നാക്കല്ല. ഇടത്തുനിന്ന് കൊടുങ്കാറ്റടിച്ചാലും വലത്തുനിന്ന് കൊടുങ്കാറ്റടിച്ചാലും ഈ കപ്പൽ ഏത് തീരത്ത് ചെല്ലണം എന്ന് തീരുമാനിക്കുന്ന കപ്പലിൻ്റെ ചുക്കാനാണെങ്കിൽ നിനക്കെതിരെ എത്ര ഘോര പ്രതികൂലങ്ങൾ ഉയർന്നാലും നിന്റെ വാഗ്ദത്വത്തിൻ്റെ തീരത്തേക്ക് നിന്നെ അടുപ്പിക്കുന്ന ഒരു അസാധാരണ ശക്തി നിന്റെ നാവിൽ വ്യാപരിക്കുന്നുണ്ട്. ആ നാവ് ദുഷ്ടന്റെ പ്രവൃത്തിക്ക് വിട്ടുകൊടുത്ത്, അഭിഷിക്തന്മാരെ വിമർശിക്കാൻ നിന്റെ അധരങ്ങൾ വിട്ടുകൊടുത്ത്, ദൈവകൃപയെ ചോദ്യം ചെയ്യാൻ നിന്റെ അധരങ്ങൾ വിട്ടുകൊടുത്ത്, സാത്താൻ അതിൻ്റെ മേൽ ആധിപത്യം പുലർത്തിയാൽ ഒരു ദിവസം കൊണ്ട് തീരില്ല കുഞ്ഞെ. ഓർക്കുക, നീ പറയുന്ന ഓരോ പദപ്രയോഗവും നിന്റെ തലമുറകളിലേക്ക് പോലും പെയ്തിറങ്ങത്തക്ക ബന്ധനമായി മാറേണ്ടതിന് അതിൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തികളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ അന്യായ ബന്ധനത്താൽ ഇന്ന് പകൽ എനിക്കൊന്ന് ജയമെടുക്കണമെന്ന് കൊതിക്കുന്ന ദൈവമക്കൾ എത്ര പേര് ഇവിടെയുണ്ട്? നിങ്ങൾ ശബ്ദം ഉയർത്തി പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ.
ഗ്ലോറി, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ അനേക ഭക്തന്മാരുണ്ട്. അതിൽ മിക്കവാറും എല്ലാ ഭക്തന്മാരും നാവിൽ തെറ്റിയിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അബ്രഹാമിനെ നോക്ക്, നാവിൽ തെറ്റിയില്ലേ? എന്താ? അബ്രഹാം നാവിൽ തെറ്റി. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഓരോ ഭക്തന്മാരെ നിങ്ങളെടുക്കുക, നാവിൽ തെറ്റിയ വിശുദ്ധന്മാരുടെ എത്ര നിങ്ങൾ. ദൈവത്തിന് ദാസൻ പത്രോസിനെ എടുക്കുക, നാവിൽ തെറ്റിയില്ലേ? പത്രോസിനെ നാവിൽ തെറ്റി. ഇനിയും മോശ എടുക്ക്, മഹാദൈവത്തിൻ്റെ തേജസ്സിനെ സ്വന്തം ത്വക്കിൽ പ്രതിഫലിപ്പിച്ച നാവിൽ ആ ദൈവദാസന്റെ നാവിൽ തെറ്റിയില്ലേ? ഇനി മിരിയാമിനെ എടുക്ക്, നാവിൽ തെറ്റിയില്ലേ? അപ്പം നമ്മൾ ചിന്തിക്കും, പത്രോസ് തെറ്റി, മോശ തെറ്റി, അബ്രഹാം തെറ്റി, മിരിയാം തെറ്റി, ഇനി ഞാനൂടെ തെറ്റിയാൽ എന്താ കുഴപ്പം? ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു കാര്യം ഓർത്തോണം. അബ്രഹാം കള്ളം പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഭാര്യയെ സഹോദരി എന്ന് പറഞ്ഞ് നാവിൽ തെറ്റി. അതിൻ്റെ ഒരു സംഭാവന ഹാഗേർ എന്ന ഒരെണ്ണത്തെ കൂടെ കിട്ടി. 4000 കൊല്ലമായി അവൻ്റെ തലമുറയുടെ മാംസം കടിച്ചു കീറാൻ, പിച്ച് ചീന്താൻ കാത്തു നിൽക്കുന്ന ഒരു ജനതയ്ക്ക് ജന്മം കൊടുക്കുകയായിരുന്നു. നീ നാവിൽ തെറ്റിയാൽ അതിൻ്റെ പ്രത്യാഘാതം നിന്റെ ജനറേഷൻ കൊണ്ട് പോലും തീരില്ലെന്ന് തിരിച്ചറിയാൻ കണ്ണ് തുറന്നാൽ അതാണ് ഭാഗ്യം. ഞാൻ പറയട്ടെ, ഇരിക്കുന്ന ഇരിപ്പിൽ വിളിച്ചു പറയണം, യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനത്തെ ഇന്ന് പകൽ ഞാൻ അഴിക്കുകയാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. എല്ലാ നാവിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. യേശുവേ എന്ന് വിളിക്കാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളുടെ വായി ചലിക്കുമെങ്കിൽ നിങ്ങളുടെ നാവ് ചലിച്ച് യേശുവേ എന്നൊന്ന് വിളിച്ച് നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധിയിൽ തകർന്ന് കരഞ്ഞ് നിങ്ങളുടെ നാവിൽ തെറ്റിയത് എവിടെയാണെന്ന് ഓർത്ത് ദൈവസന്നിധി അനുദപിച്ച് ഒരുക്കപ്പെട്ട് നിങ്ങളുടെ പ്രവൃത്തികളെ ശോധന ചെയ്യാൻ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു ശുദ്ധീകരണത്തിനായി നിങ്ങളെ ക്ഷണിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. DL മൂഡിമാരായി മാറാൻ ദൈവം നിയോഗിച്ചവർ ഇതിനകത്തിരിപ്പുണ്ട്. ചാൾസ് സ്പർജന്മാരായി മാറാൻ ദൈവം ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇതിനകത്തിരിപ്പുണ്ട്. ഈ കാലഘട്ടത്തിൻ്റെ കാഹളമായി മാറാൻ ദൈവം പ്ലാൻ ചെയ്ത പ്രിയപ്പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. നിന്റെ കുടുംബത്തിൽ വെളിപ്പെടേണ്ട ചില വാഗ്ദത്തങ്ങൾ അതിൻ്റെ പൂർണ്ണതയിൽ വെളിപ്പെടാൻ അനുവദിക്കാതെ നിന്റെ മേൽ കിടക്കുന്ന അന്യായ ബന്ധനങ്ങളുടെ അടിത്തറ തകർക്കേണ്ടതിന് മറ്റൊരു അഭിഷിക്തൻ നിന്റെ തലയിൽ കൈവച്ച് പ്രവചിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പകൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആഴത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സമയം. വൈകിട്ടത്തെ സെക്ഷന് വരുന്നതിന് മുൻപ് ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം എവിടെയൊക്കെ തെറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ക്രമീകരണം പ്രാപിപ്പാൻ എന്നെ കൈമാറുന്നെന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശബ്ദം ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. ഗ്ലോറി, ഹല്ലേലൂയ. ശബ്ദം ഉയരട്ടെ, ശബ്ദം ഉയരട്ടെ. വാ തുറന്ന് പ്രാർത്ഥിക്കാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിക്കാട്ടെ, വാ തുറന്ന് പ്രാർത്ഥിക്കാട്ടെ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആനപ്പക കൊരട്ടിൽ വെക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? ആനപ്പക കൊരട്ടിൽ വെക്കും. അത് മലയാളത്തിലൊരു പഴഞ്ചൊല്ലാണ്. ആനപ്പക കൊരട്ടിൽ വെക്കും. മലയാള ഭാഷയിൽ പഴഞ്ചൊല്ലിന് പ്രസക്തിയുണ്ട്. പഴഞ്ചൊല്ലിൽ പതിരുണ്ടെങ്കിൽ പഴഞ്ചോറിൽ കൈവേകുമെന്നാണ് പ്രയോഗം എന്ന് പറഞ്ഞാൽ അത്ര കൃത്യമാണ് പഴഞ്ചൊല്ല്. ഈ ആനപ്പക കൊരട്ടിൽ വെക്കുമെന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്നറിയാമോ? കൊരട്ടിൽ വെക്കുക, മെമ്മറിയിൽ വെക്കുക. ഈ കഴിഞ്ഞ നാളുകൾക്ക് മുമ്പ് കർണാടക അതിർത്തിയിൽ താമസിച്ച ഒരു മനുഷ്യൻ്റെ കാപ്പിക്കട നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ തൻ്റെ കടയുടെ ഭാഗത്തേക്ക് ഒരു സ്തോത്രം ഒരു കാട്ടാന വന്നു. തൻ്റെ കാപ്പിക്കലം തിളച്ചുകൊണ്ടിരുന്ന അതുപോലെ എടുത്ത് ആനയുടെ തുമ്പിക്കൈയിൽ ഒഴിച്ചു. ആന അലറിക്കൊണ്ട് ഓടി. എന്തായാലും വേണ്ടില്ല, 2 ദിവസം കഴിഞ്ഞ് ആന തിരിച്ചു വന്നു. ആന തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിൻ്റെ ഈ കൂടാരമേ ഉള്ളായിരുന്നു, ചവിട്ടി പൊളിച്ചു. ഒടുവിൽ ഇദ്ദേഹത്തെ കൊന്നു. ഇദ്ദേഹത്തെ കൊന്നിട്ട് വനപാലകന്മാർ ആനയെ വിരുട്ടി ഓടിക്കാൻ ശ്രമിച്ചിട്ട് ബോഡിക്ക് കാവൽ നിൽക്കുകയാണ്. അതിനുശേഷം ഒരു വിധത്തിൽ ഓടിച്ചു കഴിഞ്ഞിട്ട് ഈ ബോഡി എടുത്തുകൊണ്ട് വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കി കഴിഞ്ഞേച്ച് അടുത്ത ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്ത് പച്ചമണം, മണ്ണിൻ്റെ പച്ചമണം പിടിച്ച് ആന എത്തിയിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രതിയോഗിയെ കുഴിച്ചിട്ടിടത്ത് ആന ചില ദിവസങ്ങൾ നിന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ യാഥാർത്ഥ്യമാണ്, ആനപ്പക മെമ്മറിയിൽ വെക്കും. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിൻ്റെ ദാസൻ മോശ പാറയോട് കൽപ്പിക്കുവാൻ ദൈവം പറഞ്ഞ സ്ഥാനത്ത് പാറയെ ക്ഷിപ്രകോപം കൊണ്ട് അടിച്ചിട്ട് ദൈവത്തിന് സ്തോത്രം, മത്സരികളെ ഞാൻ നിങ്ങൾക്ക് വെള്ളം തരും എന്ന് പറഞ്ഞുകൊണ്ട് പാറയെ അടിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് കുറിച്ചു, എൻ്റെ ദാസനായ മോശയ്ക്ക് ദോഷം ഭവിച്ചു,
അവൻ വായാൽ അവിവേകം സംസാരിച്ചു പോയി. അവന്റെ മനസ്സിനെ കോപിപ്പിച്ചത് കൊണ്ട് അവർ വായാൽ അവിവേകം സംസാരിച്ചു. വാഗ്ദത്ത ദേശത്തിന്റെ വക്കിലൂടെ ഒഴുകുന്ന യോർദാൻ നദിയുടെ ഇങ്ങേക്കരയിൽ BC 1452 അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുൻപ് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു, അങ്ങോട്ടൊന്ന് പോയിക്കൊള്ളട്ടെ. ദൈവം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. ഇതിങ്കൽ ഇനിയും എന്നോട് സംസാരിക്കരുത്. എന്റെ ദൈവമേ, ആ പദപ്രയോഗത്തിന്റെ കട്ടി ഭയങ്കരമാ. ഇതിങ്കൽ ഇനിയും എന്നോട് സംസാരിക്കരുത്. കലഹ ജലത്തിങ്കൽ വെച്ച് നിങ്ങൾ എന്നെ വിശുദ്ധീകരിക്കായികയാൽ നീ അവിടെ കടക്കുകയില്ല. ഈ വചനം കേൾക്കുന്ന ദൈവമക്കൾ ഓർക്കണം, വായിൽ നിന്ന് മുറിക്കകത്തും വീട്ടിനകത്തും ടെലഫോൺ സംഭാഷണത്തിലും അവിവേകം പറഞ്ഞു വിട്ടിട്ട് ഇതെല്ലാം ഒരു പ്രാർത്ഥനയിൽ ഒഴിയുമെന്ന് വിചാരിക്കരുത്. ഇരുമ്പ് ചത ഉലക്ക കഴിച്ചിട്ട് ചുക്ക് കഷായം പരിഹാരമല്ല കുഞ്ഞെ. ക്യാൻസർ രോഗത്തിന് മുളക് വിദ്യ ഏക്കില്ല. ഇന്ന് പകൽ അനുദപിച്ച് കരയാൻ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് എന്നെ കഴുകണേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തിയൊന്ന് പ്രാർത്ഥിച്ചേ. എല്ലാവരും കർത്തൃസ്ഥലം എഴുന്നേറ്റേ. എല്ലാവരും കർത്തൃസ്ഥലം എഴുന്നേറ്റേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കുക. രണ്ട് കരങ്ങൾ കർത്താവിലേക്ക് ഉയർത്തിപ്പിടിക്കുക. രഹസ്യമായ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പതനങ്ങൾ, കുടുംബ ജീവിതത്തിൽ ദൈവം മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ സംഭവിച്ചിട്ടുള്ള പതനങ്ങൾ, എൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള പതനങ്ങൾ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞ് എൻ്റെ മേൽ വ്യാപരിക്കുന്ന അന്യായ ബന്ധനങ്ങളെ ഞാൻ ഇന്ന് പകൽ അഴിക്കുകയാണ്. രക്തത്താൽ ജയം. ഞാൻ മുഖാന്തരം ഒരാൾ കരയാൻ ഇടയായിട്ടുണ്ടോ? എൻ്റെ അഭിഷിക്തൻ ഞാൻ മുഖാന്തരം തകരാൻ അവസരമുണ്ടായിട്ടുണ്ടോ? രക്തത്താൽ ജയം. പ്രാർത്ഥിച്ചാട്ടെ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം എവിടൊക്കെയാണോ അതിന് പതനം ഭവിച്ചിട്ടുള്ളത്, അതിന് എല്ലാം ഞാൻ നിന്റെ സന്നിധിയിൽ വയ്ക്കുന്ന കർത്താവേ, നീ എന്നെ കഴുകണേ, നീ എന്നെ കഴുകണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആ രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദമുയർത്തി ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. സർവശക്തൻ്റെ കണ്ണുകൾ നിങ്ങളുടെ ജീവിതത്തെ ചുറ്റിത്തിരിയുകയാണ്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരാഴത്തിലെ നിലവിളിക്കായി ഏൽപ്പിച്ചുകൊണ്ട് എന്നെ കഴുകണേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ കർത്താവ് ചില വ്യക്തികളോട് ആഴത്തിൽ ഇടപെടുകയാണ്. നിന്റെ കുടുംബത്തിന്മേൽ ആധിപത്യം പുലർത്തുന്ന, നിന്റെ തലമുറയ്ക്കെതിരെ വാദിച്ചു നിൽക്കുന്ന, നിന്റെ വാഗ്ദത്വത്തിനെതിരെ പടപൊരുതി നിൽക്കുന്ന, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപയെ തകർത്തുകൊണ്ട് ഇന്നും പ്രബലപ്പെട്ടു നിൽക്കുന്ന, രക്തത്താൽ ജയം, ശരീരത്തിൽ രോഗമായി പരിണമിച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ തകർക്കേണ്ടതിന് അനുതാപത്തിന്റെ കണ്ണുനീര് ഇന്ന് പകൽ ഒഴുകണം. ആ നിൽക്കുന്ന നിൽപ്പിൽ കർത്താവിന്റെ സന്നിധിയിൽ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ തേജസ്സിന്റെ ദ്രവത്വമില്ലാത്ത കരം ഇറങ്ങിപ്പിടിക്കുന്ന പകൽക്കാലമാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിക്കാട്ടെ. എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കാട്ടെ. രക്തത്താൽ ജയം. ദൈവം തന്ന ജീവിതയാത്രയിൽ എവിടെയൊക്കെ അന്യായ ബന്ധനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതെല്ലാം കർത്താവിനോടൊന്ന് ഏറ്റുപറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് വൈകിട്ട് യോഗത്തിന് എത്തുന്നതിന് മുൻപ് ഞാൻ ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കും എന്ന് പറയത്തക്ക വിധത്തിൽ എത്ര പേർ ദൈവസന്നിധിയിൽ ഒരുക്കപ്പെടും? എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന് ആത്മാവ് നിയോഗത്തോടുകൂടെ തരുന്ന ആവർത്തിച്ച ആലോചനയ്ക്ക് മുൻപിൽ ഞാൻ ആവർത്തിച്ച് പറയട്ടെ. വിശുദ്ധ മേശയിൽ അയോഗ്യമായി പങ്കെടുത്താൽ അത് ബലഹീനതയിൽ തുടങ്ങി രോഗത്തിൽ തുടർന്ന് അത് ശ്മശാന ഉറക്കമെന്ന നിദ്രയിൽ അവസാനിക്കുമെങ്കിൽ എൻ്റെ ദൈവമേ, ഞാനും അങ്ങയും തമ്മിലുള്ള ബന്ധം തകർന്നിട്ടുള്ള മേഖലകൾ ഇന്ന് പകൽ ഞാൻ ചിലതിനെ കാണുകയാണ്. ഇന്ന് വൈകിട്ടത്തെ സെക്ഷനിൽ എത്തിച്ചേരുന്നതിന് മുൻപ് ഒരു ദൈവപ്രവർത്തിക്കായി ഞാൻ എന്നെ കൈമാറുകയാണ്. എന്നെ ശുദ്ധീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ കരങ്ങൾ ഉയർത്തി അത് അന്യഭാഷയേക്കാൾ ഒരു നിലവിളിയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം, ഞാനും എൻ്റെ രക്തവും തമ്മിലുള്ള ബന്ധം. ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, ആ രണ്ട് കൈകളും നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച് എന്നിട്ട് ദൈവസന്നിധിയിലൊന്ന് ഏറ്റുപറയാൻ പരിശുദ്ധാത്മാവ് നിയോഗം തരികയാണ്. എവിടൊക്കെയാണ് അന്യായ ബന്ധനങ്ങൾ ഉണ്ടായിട്ടുള്ളത്?
നീയും നിന്റെ ദൈവവും തമ്മിലുള്ള പ്രതിഷ്ഠയിൽ തകർന്നിട്ടുണ്ടോ? നീയും നിന്റെ രക്തവും തമ്മിലുള്ള ബന്ധങ്ങളിൽ തകർന്നിട്ടുണ്ടോ? ഇന്ന് പകൽ ഈ വിശുദ്ധ ശുശ്രൂഷയ്ക്ക് നടുവിൽ കപടമല്ലാത്ത ഉപവാസം എൻ്റെ ദൈവം പ്രതീക്ഷിക്കുന്നത്, മുഖം മൂടി വലിച്ചു കീറുന്ന ഉപവാസം സ്വർഗം പ്രതീക്ഷിക്കുന്നത് അന്യായ ബന്ധനങ്ങളെ അഴിക്കലാണെങ്കിൽ എൻ്റെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നതിന് മുൻപിൽ ദൈവാത്മാവ് ആരോടൊക്കെയോ വ്യക്തമായി പറയുന്നു, ഇന്ന് ചിലതിന്മേൽ ജയമെടുത്തേ മടങ്ങാവൂ. എനിക്ക് പ്രാർത്ഥന വേണം ദൈവദാസ, എനിക്ക് പ്രാർത്ഥന വേണം. വ്യക്തമായി ദൈവാത്മാവ് ഇടപെടുന്നു. എനിക്ക് പ്രാർത്ഥന വേണം. ഈ ദൂതിന് മുൻപിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. വൈകിട്ട് വരുന്നതിന് മുൻപ് ചില ക്രമീകരണങ്ങൾക്കായി, ചില കണ്ണുകൾ ഞാൻ മുഖാന്തരം നനഞ്ഞതിൻ്റെ പരിഹാരത്തിനായി ബോധപൂർവം അഭിമാനം മാറ്റിവെച്ച് ഞാൻ ഇടപെടും എന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഗ്ലോറി ഹല്ലേലൂയ, ഗ്ലോറി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ സന്ദേശം കയ്യും താത്തിട്ടെ സന്ദേശം അവസാനിപ്പിക്കും മുമ്പ് ഞാനൊരു വസ്തുത പറയാം. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു പ്രിയപ്പെട്ട കുടുംബമാണ്. പ്രായമുള്ള പിതാവ് ഹൃദ്രോഗിയാണ്. മൂത്ത മകൻ സൗദിയിൽ ഓയിൽ കമ്പനിയുടെ മാനേജരാണ്. ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഇളയ മകൻ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വീട്ടിലോട്ട് പിടിച്ചുകൊണ്ട് കയറ്റുക. അപ്പം ഈ മകൻ അവിടെ ചെന്ന് നിന്നപ്പോൾ ഒരു വാക്ക് പറഞ്ഞു. അപ്പോൾ കേട്ടവരെൻ്റെ അടുക്കൽ എനിക്ക് അറിയാവുന്നയാളാണ്. പറഞ്ഞ വാചകം കേൾക്കണോ? ഡാ, എന്തിനാടാ ഇതിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? വല്ല ഉറക്ക ഗുളികയും കൊടുത്ത് ഇരുട്ട് മുറിയിലിടടാ. സ്തോത്രം. അപ്പനെ കുറിച്ചാ. കഴിഞ്ഞൊരു ദിവസങ്ങൾക്ക് പുറകിൽ കേരളത്തിൽ നിന്ന് പുറത്തൊരു സ്റ്റേറ്റിൽ ധനാഢ്യനായ തൻ്റെ ഈ മൂത്ത മകൻ പാർക്കുന്ന വീട്ടിൽ തൻ്റെ കുടുംബാംഗങ്ങളുടെ ഇടയിൽ ഞാൻ ചെന്ന് ഒരു കൺവെൻഷന് പോയ സമയം ഒന്ന് സന്ദർശിക്കാൻ അവസരം കിട്ടി. അവിടെ ഉണ്ടെന്നറിഞ്ഞ് ചെന്നു. ഞാൻ അവരോട് ചോദിച്ചു, അച്ഛനെ ഒന്ന് കാണാനാ, ചില മാനസിക പ്രശ്നമാണ്, ഉറക്കകൂടിയെ കൊടുത്ത് ഇരുട്ട് മുറിക്കാത്തിട്ടിരിക്കുക. ഞാനിന്ന് പകൽ ഈ ദൂത സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കയ്യടി കൊണ്ട് അഴിയില്ലിത്, അന്യഭാഷ കൊണ്ട് മുറിയില്ലിത്. നിങ്ങളുടെ അഭിഷിക്തന്റെ കണ്ണുകൾ നിങ്ങൾ മുഖാന്തരം നനഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ മുഖാന്തരം കരഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് ക്രമീകരണം പ്രാപിച്ചാൽ ഉപവാസം അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എവിടെയൊക്കെയാണ് അന്യായ ബന്ധനങ്ങൾ, ഈ ദൂതിനു വേണ്ടി സമർപ്പിക്കുന്ന ആഗ്രഹിക്കുന്നവർ ആ വലത് കരം ഒന്ന് ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. വാ തുറന്ന് യഥാർത്ഥ ഉപവാസത്തെക്കുറിച്ച് ദൈവം പറഞ്ഞിരിക്കുന്നത് വാ കൊണ്ട് പറഞ്ഞു വേണം മടങ്ങാൻ. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക. പരിശുദ്ധ ദൈവമേ, ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളെ തേജസ്സിൻ്റെ അദൃശ്യ കരങ്ങളിൽ കൈമാറുകയാണ്. ഇവരെടുത്തിരിക്കുന്ന പ്രതിഷ്ഠയുടെ മേൽ കുഞ്ഞാടിന്റെ രക്തത്തിന് മുദ്ര പതിയട്ടെ. ദൈവിക വാഗ്ദത്തങ്ങൾ കൈകളിൽ കരഗതമാക്കാൻ അനുവദിക്കാതെ പൈശാചിക മണ്ഡലങ്ങൾ ചുഴറ്റിയടിച്ച് ദൈവവാഗ്ദത്തങ്ങളെ മുച്ചൂട് മുടിക്കാൻ തലച്ചോറിന്റെ മേൽ ആധിപത്യം പുലർത്തി കുറ്റബോധം പോലും അനുവദിക്കാതെ, കരയാൻ സമ്മതിക്കാതെ സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരെ ഇന്ന് പകലത്തെ സന്ദേശം മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വതന്ത്രമാകാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജനം പുറത്തു വരട്ടെ. നിന്റെ നാമം ചൊല്ലി ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ